السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ما شاء الله تبارك الله. മക്കളെ പാട്ട് കേട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു. ആദ്യം നമ്മളെ പ്രിയപ്പെട്ട അഖിലം വസഹിലൻ്റെ ഐഡിയിൽ നിന്ന് ആ കുഞ്ഞ് ചെറിയ നല്ലൊരു പാട്ട് പാടി. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നല്ല ഹൈറായ ബർക്കത്തുള്ള കുട്ടിയാക്കി അള്ളാഹു തആല വളർത്തട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു തആല ഹൈർ കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആമിയലി കുട്ടി ചെറിയന് സുഖമില്ലാതായിട്ട് കേൾക്കലും കാണലൊക്കെ കുറവാണ്. ഇന്ന് ആമിയലിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. പഠിപ്പിലും കുടുംബത്തിലൊക്കെ അള്ളാഹു തആല നല്ല ബർക്കത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി ജീവിച്ച് ആ മഹബത്തിലായി തന്നെ ജീവിച്ച് മരിച്ച് ആ ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും അള്ളാഹു തമ്പുരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കുറഞ്ഞ സമയമുള്ളൂ എന്നതുകൊണ്ട് ആമുഖമൊന്നും പറയാൻ നിൽക്കുന്നില്ല. പെട്ടെന്ന് വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വയുൻദബു അൻ യുലഖന മുഹ്തദിറുൻ. വയുൻദബു സുന്നത്താക്കപ്പെടും അൻ യുലഖന ചൊല്ലിക്കൊടുക്കപ്പെടും. ആർക്ക്? മുഹ്തദിറുൻ ആസന്ന മരണനായ വ്യക്തിക്ക് ചൊല്ലിക്കൊടുക്കൽപ്പെടൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുലാസയിലൊന്നും പറഞ്ഞ തർത്തീബിലല്ല, അവസാന പറയണം ആദ്യം ചെയ്യേണ്ടത്. എന്നാലും വിഷയത്തിന്റെ ഗൗരവം നോക്കിയിട്ടായിരിക്കാം അവസാനത്തേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ ഒരാള് രോഗിയാണെങ്കിൽ ആ രോഗസന്ദർശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവസാനം രോഗി മരണത്തോടടുത്തു എന്ന് ചില ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ സമീപത്തുള്ള ആളുകൾ ഈ രോഗിയുടെ അടുത്ത് വെച്ച് ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കോ എന്ന് പറയൽ അവനെ നിർബന്ധിക്കലും കറാഹത്താണ്. കാരണം അത് വജ്ർ മടുപ്പ് വരാനും അത് മുഖേന എന്തെങ്കിലും ആ സമയത്ത് ഭംഗിയല്ലാത്തത് വല്ലതും സംസാരിക്കാനും ഒക്കെ ഇടയുള്ളത് കൊണ്ടാണ് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. മറിച്ച് പ്രോത്സാഹനം നൽകുക. അതായത് അള്ളാഹുവിൻ്റെ ദിക്ർ, ആ ദിക്റിൽ തന്നെ ഏറ്റവും ഹൈറായത് അത് ചെല്ലുക. നമ്മൾ എന്ത് പ്രശ്നത്തിനും രോഗം മാറാനും ബുദ്ധിമുട്ട് നീങ്ങാനും ആഖിറം രക്ഷപ്പെടാനും ഒക്കെ ഹൈറായത് ദിക്റാണല്ലോ. അപ്പൊ നമ്മൾ കൂട്ടത്തിൽ കുറച്ചു നേരം ദിക്ർ ചെല്ലുക എന്നൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്നവർ ദിക്ർ ചെല്ലുക, കൂട്ടത്തിൽ അദ്ദേഹവും ചെല്ലട്ടെ എന്ന നിലക്ക് അങ്ങനെ പ്രോത്സാഹനം നൽകിയല്ലാതെ കീർത്തിച്ച് നിർബന്ധിക്കാൻ പാടില്ല. ഈ ചൊല്ലിക്കൊടുക്കപ്പെടുന്നത് പ്രായപൂർത്തിയെത്തിയവർക്ക് മാത്രമല്ല, വലോ മുമയ്യിസൻ വകതിരിവെത്തിയിട്ടേ ഉള്ളൂ. കുട്ടി പ്രായപൂർത്തിയെത്തിയതല്ല, പക്ഷേ 7 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തമ്മീസിന്റെ പ്രായം എത്തിയാണ്. ആ കുട്ടിക്കും ചൊല്ലിക്കൊടുക്കുന്നത് സുന്നത്ത് തന്നെ. അലല്ല ഉജുഹി പ്രബലമായ അഭിപ്രായ പ്രകാരം പ്രായപൂർത്തി എത്തിക്കൊള്ളണമെന്നില്ല. കാരണം എന്തുകൊണ്ട്? ഇത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ട് ഉള്ള ദിക്റല്ല, മറിച്ച് വലിയ വിജയം കൊണ്ട് തീരെ നരകത്തിൽ പ്രവേശിക്കാതെ ദോഷമുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കപ്പെട്ട് അവലായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കിട്ടിയാൽ ആ ഭാഗ്യം വകതിരിവെത്തിയ കുട്ടികൾക്കും ഈ മഹത്വം കിട്ടാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് വകതിരിവെത്താത്ത കുട്ടിയാണെങ്കിലോ ആ കുട്ടിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ആ കുട്ടി രക്ഷിതാക്കൾക്ക് ശഫാഅത്ത് ചെയ്യാൻ
പറ്റുന്ന നിലക്ക് സ്വർഗാവകാശിയാണെന്ന് മാത്രമല്ല ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറാൻ അനുവാദം കിട്ടുന്ന കൂട്ടത്തിലുമായിരിക്കും. അപ്പോ വകതിരിവെത്തിയ കുട്ടി ഉൾപ്പെടെ പ്രായപൂർത്തിയെത്തിയവരുത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ചൊല്ലിക്കൊടുക്കപ്പെടുക. എന്ത് ചൊല്ലിക്കൊടുക്കപ്പെടുക? അഷ്ഷഹാദത്തു അയ്യുലഖന ഷഹാദത്തു അർത്ഥം ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കപ്പെടുക എന്ന് പറയുമ്പോ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നതാണല്ലോ. എന്നാ അതാണോ ചൊല്ലിക്കൊടുക്കപ്പെടേണ്ടത്? അല്ലല്ല. അതായത് ഐ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് ഫഖത്ത് എന്ന് പറഞ്ഞാൽ അഷ്ഹദു കൂട്ടേണ്ടതില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതും കൂട്ടേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന അഫ്ളൽ ദിക്ർ മാത്രം എന്തു ചൊല്ലിക്കൊടുത്താൽ മതി? ഈ ആസന്ന മരണനായ വ്യക്തിക്ക് ചൊല്ലിക്കൊടുത്താൽ മതി. അതെന്തിനു വേണ്ടിയാ? ആള് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടല്ല. ലി ഖബരി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹ്മഹുല്ലാ തങ്ങൾ റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ആസന്ന മരണനായ രോഗിയുടെ അടുക്കൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കണം എന്ന് പറയും. എന്താണ് മുസ്ലിമിന്റെ ഹദീസ്? ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഹദീസ്. ലഖിനൂ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുവീൻ, മൗതാക്കും നിങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ട ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമത്തിനെ മരിച്ച ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കുവീൻ. അതാണ് അതിന്റെ ശരിയായ മായന. ഹക്കീക്കത്ത് മായന അതാ. മൗത്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നിട്ട് മരിച്ചവര്. എന്നാൽ ഇവിടെ മജാസ് മായനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ നമുക്ക് തെളിവാവുള്ളൂ. ഐ മൗത്താക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൻ ഹളറഹുൽ മൗത്തു, ആസന്ന മരണനായ ആള്, മരണം ആസന്നമായ ആള് എന്നാണ് അതിന്റെ ഉദ്ദേശം. അതെവിടെ നേട്ടിയേ? അത് മജാസാവുമ്പോ അങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? മജാസാവുമ്പോ അങ്ങനെ കിട്ടും എന്നറിയാൻ കാരണം മജാസ് മുർസലിന്റെ കൂട്ടത്തിലുണ്ടല്ലോ. മാക്കാനന്റെ എത്തിബാറ്, മായ ഊലുവിന്റെ എത്തിബാറ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അതിപ്പോ മൂല്യന്മാർക്കേ തിരിയുള്ളൂ. എന്ന് പറയാൽ അടുത്തെത്തി പുതിയ ഒരു സ്റ്റേജിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആളെ അതിന്റെ സമീപെത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ എത്തിയതായിട്ട് പരിഗണിക്കുക. അല്ലെങ്കിൽ തൊട്ടു മുമ്പുണ്ടായിരുന്ന അവസ്ഥ ആ സ്റ്റേജ് വിട്ടെങ്കിലും അധികം അകലാത്തത് കൊണ്ട് ആ സ്റ്റേജിൽ തന്നെ പരിഗണിക്കുക. മനസ്സിലായല്ലോ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നി അറാനി അസുറു ഹംറ എന്ന് ഖുർആനിലുണ്ട്. ഞാന് കള്ള് പീയുന്നത് കണ്ടു. കള്ള് പീയലില്ലല്ലോ, പീയുന്നത് അസീറാണ്. ഈ അസീർ പിന്നീട് കള്ളാവുക ചെയ്യുന്നത്. അപ്പൊ പിന്നീട് ഭാവിയിൽ തൊട്ട് സമീപത്ത് വരാനിരിക്കുന്ന അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ആ പേര് പറയുന്നു. അസീറിനെ സംബന്ധിച്ച് ഹംറ് എന്ന് പറഞ്ഞതുപോലെ മുഹത്തദിറിനെ സംബന്ധിച്ച് മയ്യത്ത് എന്ന് പറയുന്നു. മരണമാസന്നമായ ആളെ സംബന്ധിച്ച് മരിച്ച ആള് എന്ന് പറയുന്നു പറയാം മജാസ, മരിക്കാൻ അടുത്ത ആള് എന്നേ അതിന് അർത്ഥമുള്ളൂ. അത് അപ്പൊ ഹക്കീക്കത്ത് അതിന്റെ ശരിക്കുള്ള ഒറിജിനൽ മാന മരിച്ച ആള് എന്ന് തന്നെയാണ്. അപ്പൊ രണ്ടർത്ഥം വെച്ചോളി, ഒരു കുഴപ്പമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ ഉസൂലിൽ തന്നെ പറയുന്നത് രണ്ടും ഒരേ സമയത്ത് ഉദ്ദേശിക്കാമെന്ന. ഹക്കീക്കത്ത് മാനയും മജാസ് മാനയും ഉദ്ദേശിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ മരിച്ചോലോടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ല, അതുപോലെ തന്നെ മരിക്കാനായവരുടെ മേലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല. അപ്പൊ മരിച്ചോ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്. ഓക്കെ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറ്റും. മരിക്കാൻ കിടക്കുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂട്ടത്തിൽ ചൊല്ല. അവിടെയും നമ്മൾ പറഞ്ഞ അങ്ങനെ കൂട്ടത്തിൽ ചൊല്ലുക, കൂട്ടത്തിൽ ഇയാളും ചൊല്ലിക്കോട്ടെ. എന്നാൽ ഇത് മരിക്കാൻ കിടക്കുന്നോടത്ത് ചൊല്ലാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രത്യേകം ചൊല്ലിക്കൊടുക്കാൻ കാരണം എന്താണ്? മൽ ഖബരി സ്വഹീഹി, സഹിയായ മറ്റൊരു ഹദീസും കൂടി കൂട്ടുമ്പോഴേ അത് മരിക്കാൻ കിടക്കുന്നവർക്ക് ചൊല്ലിക്കൊടുക്കണം എന്ന് കിട്ടുള്ളൂ. എന്താണത്? മങ്കാന ആഖിറു കലാമിഹി, ഒരു മനുഷ്യന്റെ അവസാനത്തെ വചനം ആയിക്കഴിഞ്ഞാൽ, എന്തായിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന അതന്നെ മങ്കത്തില കത്തില മലബു, അങ്ങനെ ഹദീസിലൊക്കെ പാടുണ്ട്. ഒരു സാമ്പിളിന്റെ ഒന്ന് പറഞ്ഞ അത്ര. ഒരു മനുഷ്യന്റെ അവസാനത്തെ കലാം, ഈ ദുന്യാവിൽ വെച്ചിട്ടുള്ള അവസാനം പറഞ്ഞ വചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിക്കഴിഞ്ഞാൽ ദഖലൽ ജന്നത,
അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അവിടെ കണ്ടോ, അതാ ദഖലൽ ജന്ന എന്ന് പറഞ്ഞാൽ യദ്ഖുലുൽ ജന്നത്താന്നാ ആണോ, അത്താംറുല്ലാഹിന്റെ വകുപ്പപ്പെട്ടതാണത്. അത്താംറുല്ലാഹി പറഞ്ഞ ഖിയാമത്ത് നാള് വന്നു കഴിഞ്ഞു, വരുന്ന ഉറപ്പാണ്. അതുകൊണ്ട് വരും എന്ന അർത്ഥത്തിന് അത്താ എന്ന മാതി ഉപയോഗിച്ചതുപോലെ ദഖലൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കും എന്ന്, യദ്ഖുലുൽ ജന്നത്ത സ്വർഗത്തിൽ കടക്കുന്ന ഉറപ്പാ. അതിനെപ്പറ്റി ദഖലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ഒക്കെ മജാസാണ്. എന്ന് പറഞ്ഞാൽ മൂമിനായ മനുഷ്യൻ സ്വർഗത്തിൽ തന്നെയല്ലേ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന വാക്കായാൽ മാത്രമുള്ള പ്രത്യേകത എന്താ? ഐ മഅൽ ഫായിസീന, അതായത് തീരെ കുറ്റവാളിയും പാപിയുമാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു തന്ന് അവന്റെ റഹ്മത്ത് കൊണ്ട് വിജയികളുടെ കൂട്ടത്തിൽ അവലായിട്ട് സ്വർഗത്തിൽ കടക്കും. അതെന്താ അങ്ങനെ ഒരർത്ഥം വെക്കണമെന്ന്? ദഖലൽ ജന്ന എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്വർഗത്ത് കടന്നു കിട്ടും എന്ന് വെച്ചാ പോരെ? അതുപോരാ. ഇല്ല, അങ്ങനെ ഒരു അർത്ഥം നമ്മൾ വെക്കേണ്ടിന്നില്ലെങ്കിൽ മാൽഫായിസീന എന്നൊരു ഉപാധി അതിന് വെച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഫകുല്ലു മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യനും, വലോ ഫാസിഖൻ, അത് പാപിയാണെങ്കിൽ പോലും ഏതൊരു മുസ്ലിമായ മനുഷ്യനും യദ്ഖുലുഹാ, സ്വർഗത്തിൽ പ്രവേശിക്കും എന്നത് ഉറപ്പാണ്. സംഗതി വലോ ബഅദ അദാബിൻ, അത് ശിക്ഷയ്ക്ക് ശേഷമാണെങ്കിൽ പോലും ചിലപ്പം അല്ലാഹു തആല ശിക്ഷിക്കാതെ തന്നെ പുറത്തു കൊടുക്കും. കണ്ടോ, കാഫിറായി മരിച്ചില്ല, ഒരാൾ മുസ്ലിമായി മരിച്ചു. അല്ലാഹു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഉ എന്ന ആയത്തിന്റെ പരിധിയിൽ അതൊക്കെ വരും. അതായത് മുശ്രിക്കുകാരൻ അവിടെ കാഫിർ എന്നർത്ഥം. കാഫിറായിക്കൊണ്ട് മരിച്ചാൽ അവൻ അല്ലാഹു തആലാന്റെ മഗ്ഫിറത്ത് ബാധകം അല്ല. അത് മുശ്രിക്കായ കാഫിറായാലും വേണ്ടില്ല, മുശ്രിക്ക് അല്ലാത്ത കാഫിറായാലും വേണ്ടില്ല. കാഫിറായി മരിച്ചവനെ സംബന്ധിച്ച് അല്ലാഹു പുറത്തു കൊടുക്കൂല. കാഫിർ അല്ലാതെ മരിച്ചവൻ എത്ര വലിയ പാപിയാണെങ്കിലും സ്വാലിഹാണെങ്കിലും മുത്തഖിയാണെങ്കിലും എല്ലാവരും യഗ്ഫിറു മാ ദാലിക, ബാക്കി കുഫ്രിയത്തല്ലാത്ത ഏതും അല്ലാഹു തആല പുറത്തു കൊടുത്തെന്ന് വരും. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക്. അപ്പോ പാപികളാണെങ്കിൽ പോലും ഒരിക്കൽ മൂമിനായി മരിച്ചാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സ്വർഗത്ത് കടക്കും. ചിലപ്പം വെറുതെ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ട് നേരിട്ട് തന്നെ കടക്കും, ചിലപ്പോൾ മറ്റുള്ളവരുടെ ശഫാഅത്ത് കൊണ്ട് കടക്കും, ചിലപ്പോൾ നരകത്തിൽ കയറി ശിക്ഷ കഴിഞ്ഞിട്ട് കിടക്കും, ചിലപ്പോൾ നരകത്തിൽ പ്രവേശിച്ചെങ്കിലും വേണ്ടപ്പെട്ട ആളുകളുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് കിടക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ അവസാനം ഇവന്റെ ശിക്ഷ കഴിഞ്ഞിട്ടെങ്കിലും കിടക്കും. അപ്പൊ പിന്നെ ദഖലൽ ജന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള ശിക്ഷയോ നരകത്തിൽ പോക്കോ മറ്റൊരാളുടെ ശഫാഅത്തോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അല്ലാഹു തആല ഈ കലിമത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഫായിസീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കും. ഈ ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ സമീപത്ത് സന്നിഹിതരായ ആളുകൾ ഈ തൽഖീൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കപ്പെടണം എന്ന് പറയും. അവിടെ തന്നെ പറയുന്നത് കാണാം, ഈ ചൊല്ലിക്കൊടുക്കുന്നത് എന്താവാതിരിക്കുക നല്ലത്? അനന്തരാവകാശം കൊണ്ടോ മറ്റോ തുഹുമത്ത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ആളുകൾ അല്ലാതിരിക്കലാണ് നല്ലത്. എന്താ, വേറെ ആളുണ്ട്, പലരും ആ സ്ഥലത്ത് ഹാജരുണ്ടെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നത് അവനവന്റെ സ്വത്തിന് അവകാശികളായ ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, അതുപോലെ തന്നെ ഉമ്മവാപ്പമാരാണെങ്കിൽ മക്കള്, മക്കളാണെങ്കിൽ ഉമ്മവാപ്പമാര് പോലെയുള്ള അങ്ങോട്ടും അനന്തരാവകാശം കിട്ടുന്ന ആളുകൾ ചൊല്ലിക്കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരുണ്ടെങ്കിട്ടോ, വേറെ ആരും ഇല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നോട് കൂടുതൽ സ്നേഹവും വാത്സല്യവുമുള്ള ആളുകൾ ചൊല്ലിക്കൊടുക്കുകയാണ് നല്ലത്. ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ആർക്കും ചൊല്ലിക്കൊടുക്കാം, ഇന്ന ആളെന്നില്ല. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അവസാനമായി കിട്ടിയാൽ അവൻ പൂർണ്ണ വിജയികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കും എന്ന ഹദീസും, മരിക്കാൻ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ മരിച്ചവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്ന ഹദീസും കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ ചൊല്ലിക്കൊടുത്താൽ, ഏറ്റു ചൊല്ലിക്കിട്ടിയാൽ അത് മുഖേന ഈ മനുഷ്യൻ പൂർണ്ണമായും ആഖിറത്തിൽ രക്ഷപ്പെടാൻ സ്വത്ത് ഇല്ലാത്ത പിതാവിന് മകൻ ചൊല്ലിക്കൊടുക്കാം എന്നല്ലാതെ തുഹുമത്തുണ്ടെങ്കിൽ, അതായത് തന്തയാണ് മരിച്ചിട്ടിയ ഓരിയൊക്കെ എഴുതിന്ന് കരുതി നടക്കുകയാണ് മക്കള് എന്ന് തോന്നും. ആ തോന്നൽ വരാതിരിക്കാൻ വേണ്ടി അവർ മാറിക്കലുണ്ട്. ഇനി തെറ്റുണ്ട് എന്നല്ല, അവർ തുഹുമത്തിന് വഴി വെക്കണ്ട. മുമ്പൊരിക്കൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? നമ്മളൊരു അനുഭവം തന്നെ,
ഒരു ഉമ്മാന്റെ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ഒരുപാട് വയസ്സായി, അതിന് ഭയങ്കര ഓർമ്മശക്തി, പറ്റ വയ്യാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോ ഇതിനോട് ചെറിയ മകള് അടുത്ത് പറഞ്ഞു, മങ്ങൾ അതും ഇതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കള, ദിക്റ് ചൊല്ലിക്കോളി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഇതിനൊരു നല്ല തെളിവ് വന്നപ്പോ എന്റെ മകളുണ്ടല്ലോ 7ാം ക്ലാസ്സിലല്ല, ഓളുണ്ട് ഇങ്ങനെ ചെല്ലിത്തരുന്ന എന്നെ മരിപ്പിച്ചാനേ എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു തുഹുമത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരക്കാ വേറുള്ളവരുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധ, മറ്റുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളവർ, അതുപോലെ തന്നെ ശത്രുക്കള്, അസൂയാലുക്കള് പോലെയുള്ളവര് ചൊല്ലിക്കൊടുക്കുന്നതിൽ നിന്നിട്ട് മാറി നിൽക്കലാണ് നല്ലത്. കാരണം അതൊക്കെ തുഹുമത്തിനിട വരും. പക്ഷേ ഈ തുഹുമത്തിനിട വരാൻ സാധ്യതയുള്ളവർ തന്നെ അവിടെ ഉള്ളുവെങ്കിലോ അപ്പൊ പിന്നെ ഒരു ചൊല്ലിക്കൊടുക്കുക തന്നെ, വേറൊരാളില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്ത് മാത്രം ചൊല്ലിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഒരു സംഘം ഇമാമിങ്ങളുടെ കൗല് എന്താണ്? ആ കൗല് യുലഖനു മുഹമ്മദുർ റസൂലുള്ളാഹി ഐളൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പുറമെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുകൂടി ചൊല്ലിക്കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ ചില ഇമാമിയങ്ങള്. അതിന് അവര് പറയുന്ന ന്യായം എന്താ? ലിഅന്നൽ ഖസ്ദ, കാരണം ഈ ചൊല്ലിക്കൊടുക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം മൗത്തുഹു, ഈ ആസന്ന മരണനായ വ്യക്തി മരണപ്പെട്ട് കിട്ടലാണ്, അലൽ ഇസ്ലാമി, യഥാർത്ഥ ഇസ്ലാമിൽ തന്നെ മുസ്ലിമായി മരിക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിക്കൊടുത്താൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുകൂടി ചൊല്ലിക്കൊടുക്കണം എന്ന് മാത്രമല്ല അവർ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്, വലായുസമ്മ മുസ്ലിമൻ, ഒരാൾക്ക് മുസ്ലിം എന്ന് പറയപ്പെടൂല ഇല്ലാ ബിഹിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന 2 കലിമയും കൂടി ചൊല്ലിയെങ്കിൽ അല്ലാതെ മുസ്ലിം എന്ന് പറയില്ലല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്താൽ പോരാ, കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് കൂടി ചൊല്ലിക്കൊടുക്കണം. കാരണം ഈ ചൊല്ലിക്കൊടുക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുസ്ലിം ആവലാണ്. മുസ്ലിം ആവണമെങ്കിൽ 2 കലിമയും കൂടി ചൊല്ലണമല്ലോ എന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങളുടെ കൗലാകുന്നത് മർദൂദുൻ, ആ കൗല് തള്ളപ്പെടേണ്ടതാണ്, സ്വീകാര്യമല്ല എന്നർത്ഥം. നിങ്ങൾ ഉന്തി തള്ളി തട്ടിമാറ്റി പുറങ്കാലുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട. മർദൂദ് എന്ന് പറഞ്ഞാൽ അത് അസ്വീകാര്യമാണ് എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ആ അശ്വത് പറഞ്ഞുതരാ, അവിടെ എത്തണുള്ളൂ. അതിന്റെ മുമ്പ് തന്നെ ഇവിടെ തർക്കം, അശ്വതുങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ്. എന്തുകൊണ്ടാണ് അതിനെ അസ്വീകാര്യമാക്കപ്പെടുന്നത്? ബി അന്നഹു, ഈ വ്യക്തി, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആസന്ന മരണനായ വ്യക്തി മുസ്ലിമുൻ, അയാൾ ഇപ്പോൾ തന്നെ നിലവിൽ മുസ്ലിമാണ് ഹബീബെ. മുസ്ലിമായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കണം എന്നാ നമ്മൾ പറഞ്ഞത്. അപ്പൊ മുസ്ലിമായ മനുഷ്യൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ മുസ്ലിം ആകാൻ വേണ്ടിയിട്ടല്ലല്ലോ. മുസ്ലിം പിന്നെ എങ്ങനെ ഒരു മുസ്ലിം ആവല്? അതില്ല. അപ്പൊ മുസ്ലിമിന് ചൊല്ലിക്കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശം ആള് മുസ്ലിം ആവലല്ല, മറിച്ച് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ നജാത്തിന്റെ അഹ്ലുകാരായ ഫായിസീങ്ങളിൽ പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന്. അതാ വഇന്നമൽ ഖസ്തു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖത്മു കലാമിഹി, ഈ മുസ്ലിമായ മനുഷ്യന്റെ സംസാരം അവസാനിക്കലാണ്. ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുണ്യവചനം കൊണ്ട് അവസാനിക്കട്ടെ എന്നതാണ് ലക്ഷ്യം. എന്തിനാ അങ്ങനെ അവസാനിക്കുന്നത്? ലിയസ്ലലഹു, ഈ മനുഷ്യന് കരസ്ഥമാകാൻ വേണ്ടി. ദാലിക സവാബു, ആ ഹദീസിൽ പറഞ്ഞ ദഖലൽ ജന്ന ഐ മഅൽ ഫായിസീൻ, ഫായിസീങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ എന്ന് പറയുന്ന മഹത്തായ നേട്ടം ലഭിക്കാൻ വേണ്ടി അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകൽ മാത്രമാണ് ലക്ഷ്യം, അല്ലാതെ കാഫിർ മുസ്ലിമാകാൻ വേണ്ടിയിട്ടല്ല എന്ന്. കാഫിർ മുസ്ലിമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ പോരല്ലോ, ഇനി പറയും, വരുന്നുണ്ട്. ഇനി ബഹസായി പറയപ്പെട്ടിരിക്കുന്നു. എന്താണത്? തൽഖീനുഹു, ഈ മുഹ്തദിറായ ആസന്ന മരണനായ വ്യക്തിക്ക് ചൊല്ലിക്കൊടുക്കപ്പെടണം അർ-റഫീഖുൽ അഅ്ലാ, അർ-റഫീഖുൽ അഅ്ലാ എന്ന വചനമാണ് ചൊല്ലിക്കൊടുക്കേണ്ടത് എന്ന് ബഹസായി പറയപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? അർ-റഫീഖുൽ അഅ്ലാ എന്ന്
അർറഫീഖൽ അഅല എന്ന് പറഞ്ഞാൽ ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. കേട്ടോ, നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങൾ അവരോട് കൂടെ എത്തുക, അവരാണ് ഈ റഫീഖ്. ആ റഫീഖുൽ അഅല ഏറ്റവും ഉന്നതമായിരിക്കുന്ന റഫീഖ്. ഇനി അങ്ങനെയല്ല, അർ റഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ട ഒരു ഇസ്മാണ് റഫീഖ്. അപ്പോ മേലായ തമ്പുരാന്റെ സാന്നിധ്യം അഥവാ റബ്ബിന്റെ ലിഖാ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥവും കൊടുക്കുക. അതും നല്ലത് തന്നെ. ഇങ്ങനെയാണ് മരിക്കാൻ കിടക്കുന്നവന് ചൊല്ലിക്കൊടുക്കേണ്ടത് എന്ന് ബഹസായി പറയപ്പെട്ടിട്ടുണ്ട്. അതിനെന്താ ന്യായം? ലിഅന്നഹു അർ-റഫീഖുൽ അഅല എന്ന കലിമത്താണ് ആഖിറ മാ തകല്ലമ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി ഈ ലോകത്തിൽ നിന്നും ഒഴിഞ്ഞ വചനം അർ-റഫീഖുൽ അഅല എന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ മരണമാസന്നമായി കിടക്കുമ്പോൾ അവർക്ക് ചൊല്ലിക്കൊടുക്കപ്പെടേണ്ടത് അർ-റഫീഖുൽ അഅല എന്നാണ് എന്ന് ബഹസായി പറയപ്പെട്ടത് മർദൂദുൻ, അതും അസ്വീകാര്യമാണ്. അതൊന്നും സ്വീകാര്യമായ വാദങ്ങളും ന്യായങ്ങളുമല്ല. എന്തുകൊണ്ട് അത് സ്വീകാര്യമല്ല? ആദ്യം പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലൽ കൊടുക്കണം എന്ന് പറഞ്ഞത് അസ്വീകാര്യമാണെന്ന് പറയാൻ കാരണം മുസ്ലിം ആകലല്ല ലക്ഷ്യം എന്നതുകൊണ്ട്. ഇവിടെ അർ-റഫീഖുൽ അഅല എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി ഉച്ചരിച്ച വാചകം. അതുകൊണ്ട് നമ്മളും മരിക്കാൻ കിടക്കുന്നവർക്ക് അവസാനം ചൊല്ലിക്കൊടുക്കേണ്ടത് അർ-റഫീഖുൽ അഅല എന്നാണ് എന്ന് പറഞ്ഞ ബഹസും മർദൂദാണെന്ന് പറയാൻ കാരണം ബിഅന്നദാലിക ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായ അർ-റഫീഖുൽ അഅല എന്ന് പറയാൻ കാരണം ലിസബബിൻ, അതൊരു പ്രത്യേക കാരണത്തിന് വേണ്ടിയാണ്. ഏതാണ് ആ പ്രത്യേക കാരണം? ആ കാരണം പറയുന്നുണ്ട്. എങ്ങനത്തെ സബബ്? ലം യൂജദ്, ആ കാരണം എത്തിക്കപ്പെടുന്നില്ല ഫീ ഗൈരിഹി, മറ്റാരിലും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം മറ്റുള്ളവർക്ക് ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവർ അത് ഏറ്റു പറയേണ്ടതില്ല. എന്താണ് ആ കാരണം? അന്നല്ലാഹ ഖയ്യറഹു, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തമ്പുരാൻ ഖിയാർ കൊടുത്തു. എന്തിന് ഖിയാർ? തന്റെ കുടുംബത്തിലും തന്റെ സ്നേഹിതന്മാരാവുന്ന ഉമ്മത്തിലും ഖിയാമത്ത് നാൾ വരെ ശേഷിച്ചുകൊണ്ട് ജീവിക്കണോ, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാഇനെ ഇഷ്ടപ്പെടുന്നോ, ഇഷ്ടമുള്ളത് ചെല്ലാം. അത് മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് പറയുന്നുണ്ട്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് തന്നെ പലപ്പോഴും ഞങ്ങളോട് ഉണർത്താറുണ്ട്, ഏതൊരു നബിയും മരിക്കുന്നതിന് മുമ്പ് ഖിയാർ നൽകപ്പെടും. എന്തിന്? തന്റെ ഉമ്മത്തിൽ ശേഷിക്കുന്നോ അതല്ല അള്ളാഹുവിന്റെ ലിഖായിനെ ഇഷ്ടപ്പെടുന്നോ എന്ന്. അങ്ങനെ ഖിയാർ കൊടുത്തിട്ട് അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് അവർ തെരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുക്കുന്നതനുസരിച്ചാണ് അല്ലാഹു തആല അവരെ വഫാത്താക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സമയത്ത് അവസാനമായി കൈയുയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അർ-റഫീഖുൽ അഅല എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. എന്താണ്? ഹബീബ് ഓരോ അംബിയ മുർസലീങ്ങളും വഫാത്താവുന്ന സമയത്ത് അല്ലാഹു തആല ഖിയാർ കൊടുക്കും. നിങ്ങൾ നാട്ടിൽ കുടുംബത്തോടും നാട്ടുകാരോടും ഉമ്മത്തിനോടും ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നോ അതല്ല അല്ലാഹുവിന്റെ ലിഖാഇനെ ഇഷ്ടപ്പെടുന്നോ? ഈ ഖിയാർ കൊടുത്തപ്പോൾ ഇദൻ ലാ യഖ്താറുനാ, ഇനി നമ്മൾ എന്തായാലും അള്ളാഹുന്റെ ഹബീബ് തെരഞ്ഞെടുക്കൂല, അള്ളാഹുവിന്റെ ലിഖായിനെയാണ് അവിടെ നിന്ന് തെരഞ്ഞെടുത്തത് എന്ന് ആയിഷ റളിയല്ലാഹു. ഇങ്ങനെ ഒരു ഖിയാർ അള്ളാഹിന്റെ അമ്പിയാക്കൾക്കല്ലാതെ ലോകത്തൊരാൾക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഖിയാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഹബീബേ എന്ന് അള്ളാഹു തആല ചോദിക്കുമ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് ദുന്യാവ് വേണ്ട, കൂട്ടുകുടുംബമല്ല വേണ്ടത്, നാട്ടുകാരല്ല വേണ്ടത്, മറിച്ച് ഞാൻ തെരഞ്ഞെടുക്കുന്ന എന്താണ്? അർ-റഫീഖുൽ അഅല, ഹബീബായ ഖലീലാവുന്ന റബ്ബേ, നിന്നോടുള്ള റഫീഖ് അഥവാ നിന്റെ ലിഖാ, അതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ബാധകമല്ല. അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്നവർക്ക് അർ-റഫീഖുൽ അഅല എന്നാണ് ചൊല്ലിക്കൊടുക്കേണ്ടത് എന്ന് പറയുന്നതും സ്വീകാര്യമല്ല. എന്നാ പിന്നെ മുസ്ലിമായി മരിക്കാനാണ് എന്ന് പറഞ്ഞവർക്ക് പറയണം. അമ്മൽ കാഫിറു, അതേ സമയത്ത് മരണമാസന്നമായി കാണുന്ന ഒരു കാഫിറായ മനുഷ്യനാണ്. എന്നാൽ നമ്മൾ ചൊല്ലിക്കൊടുത്താൽ ചൊല്ലുമെന്ന് പ്രതീക്ഷ നമുക്കുണ്ട്.
അല്ലെങ്കിൽ ചൊല്ലിയാലും ചൊല്ലിയിട്ടില്ലെങ്കിലും അതിന്റെ പേരിൽ ഒരു കലാപവും കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ ചൊല്ലിക്കൊടുക്കണം. പ്രതീക്ഷയുണ്ടെങ്കിൽ ചൊല്ലിക്കൊടുക്കൽ വുജൂബാണ്. പ്രതീക്ഷയൊന്നുമില്ല എന്നാലും അതിനനുസരിച്ച് വല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ നല്ലതും ആണ്. അവിടെ പക്ഷെ ചൊല്ലിക്കൊടുക്കേണ്ട എന്താണ്? അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതും രണ്ടും ചൊല്ലിക്കൊടുക്കണം എന്നതിൽ ഖിലാഫില്ല. അതാ ഖത്അൻ എന്ന് പറഞ്ഞത്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. നേരത്തെ നമ്മൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് മുസ്ലിമായി ജീവിച്ചൊരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പം അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മദീന്ന് ഒന്നാം കൗല്, രണ്ടാം കൗലുകാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ മുഹമ്മദുർ റസൂലുള്ളാഹ് കൂടി വേണം എന്നൊക്കെ പറഞ്ഞത് മുസ്ലിമായി ജീവിച്ച ആളെ പറ്റിയാ. കാഫിറായി ജീവിച്ച ആള് മരിക്കാൻ കിടക്കുന്നിടത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്താൽ ചൊല്ലും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവിടെ ചൊല്ലിക്കൊടുക്കൽ വുജൂബാണ്. അത് രണ്ടും വേണം. മാത്രമല്ല മാലഫ്ലി അഷ്ഹദു, കണ്ടോ, മുസ്ലിം ആവണമെങ്കിൽ അഷ്ഹദു കൂടി കൂട്ടണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് തന്നെ ചൊല്ലിക്കൊടുക്കണം. കാരണം ഈ വുജൂബിഹി അയ്ളൻ, രണ്ട് കലിമ ഉണ്ടായാലും പോരാ, അഷ്ഹദു കൂടി വുജൂബാണ് എന്ന് ഇതുകൊണ്ട്. അപ്പൊ രണ്ട് കലിമയും വുജൂബാണ്. അതാണ് അയ്ളം പറഞ്ഞ് രണ്ടാം കലിമയും വേണം, അതിന്റെ പുറമെ അഷ്ഹദും കൂടി വേണം. എന്നാലേ ഒരു കാഫിർ മുസ്ലിം ആവുള്ളൂ. അലാമാസി അത് വരുന്നുണ്ട് ഇവിടെ രിദ്ദത്തിന്റെ അവിടെ. ബാബു രിദ്ദത്ത് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ബാബു വരുന്നുണ്ട്. അവിടെ ഒരു കാഫറായ മനുഷ്യൻ മുസ്ലിം ആവാൻ വേണ്ടത് എന്താണെന്ന് പറഞ്ഞോടത്ത് പറയുന്നുണ്ട്. രണ്ട് കലിമ മാത്രം ഉണ്ടായ പോരാ, അഷ്ഹദു വേണം. അത് തന്നെ അഷ്ഹദു ഒന്നാമത്തോട്ടം മതിയോ അതാ രണ്ടാം കലിമയിലും അഷ്ഹദു വേണോ എന്നൊക്കെ ഉള്ളത് അവിടെ പറയുന്നുണ്ട്. എന്താ അവിടെ അഷ്ഹദും വേണം രണ്ട് കലിമയും വേണം എന്നറിയാൻ കാരണം ഇത് ലാ യസീറു, ഒരു കാഫിർ ആയിത്തീരുകയില്ല, മുസ്ലിം ആയിത്തീരുകയില്ല ഇല്ലാ ബിഹിമ, രണ്ട് കലിമയും അഷ്ഹദുവും കൂടി ചൊല്ലിയെങ്കിലേ കാഫിർ മുസ്ലിം ആവുള്ളൂ. അപ്പം മരണാസന്നായ വ്യക്തി കാഫിറാണ്, ചൊല്ലിക്കൊടുത്താൽ മുസ്ലിം ആവും എന്ന് കണ്ടാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേ സമയത്ത് കുഴപ്പമാവും എന്ന് കണ്ടാൽ ചൊല്ലിക്കൊടുക്കാൻ നിൽക്കണ്ട. സുന്നത്ത. കാരണം ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയാണെങ്കിലോ. അതിപ്പോ മുമ്പുള്ള ഒരു സംഗതി പറഞ്ഞതാ, മനസ്സിലായില്ലേ? ഷഹാദത്ത് കലിമ ഏർപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ചൊല്ലിക്കൊടുക്കണം. അതവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനത്തേക്ക് നേരെ അവിടെ നിന്ന് വരിക. ഇനി സുന്നത്താക്കപ്പെടും എവിടെ പറഞ്ഞു? മത്തിന് തുടങ്ങിയണ്ട ഒയുന്തബു അയ്യുലക്കര മുഹ്തദിറുൻ, മരിക്കാൻ കിടക്കുന്ന ആസന്ന മരണനായ ആൾക്ക് ചൊല്ലിക്കൊടുക്കപ്പെടൽ സുന്നത്താണ്. ഇനി അതിന്റെ പുറമെ പറയുന്നു നിക്കൽ സുന്നത്താക്കപ്പെടും. സുന്നത്തും കണ്ടോ, മരിക്കുന്നതിന് മുമ്പുള്ള ആദ്യം മരിച്ചതിന് ശേഷം മറമാടുന്നത് വരെ ഉള്ളത് പറഞ്ഞു. ഞാൻ അതിന്റെ ശേഷം പറയുന്നത് മറമാടി കഴിഞ്ഞതിന് ശേഷം എന്തൽ ഖബരി, ഖബറിന്റെ അടുക്കൽ നിൽക്കുക. പക്ഷെ ഇപ്പൊ പലയിടത്തും മയ്യത്താണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തസ്ബീത്ത് തുടങ്ങാം. അത് സുന്നത്തൊന്നുമല്ല, തെറ്റുണ്ട് എന്നല്ല, മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ആണ്, അവിടെ തെറ്റൊന്നുമില്ല. പക്ഷെ സുന്നത്താക്കപ്പെടുന്നത് ഖബറ് മൂടി പൂർത്തിയായതിനു ശേഷമാണ് തസ്ബീത്ത് സുന്നത്ത്. എന്നാ പിന്നെ പിന്നെ അതിന്റെ നേരത്തെ കൂടി പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് തസ്ബീത്തിനെ പറ്റിയാ പറയുന്നത്. ഖബറ് മയ്യത്താണ്ട് വെച്ച് കഴിഞ്ഞു, ചിലയിടത്ത് ആ മൂടുകല്ല് വെച്ച് കഴിഞ്ഞ് മണ്ണിടാൻ തുടങ്ങുമ്പോക്ക് തന്നെ എന്ത് ചൊല്ലും? തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കും ചില ആളുകൾ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ആളുകൾക്ക് യാതൊരു ഒരു വെറുതെ കാവത്ത് കുയ്യിലിടുന്ന നിലക്ക് ഒരു മനുഷ്യൻ മരിച്ച മയ്യത്താണ് ആ താത്തി എന്നുള്ള ഒരു ബോധവും ഇല്ലാതെ അവിടെ നിന്നും ദുന്യവിയായ വർത്താനം പറയാം. അപ്പൊ കുറച്ച് ആളുകൾ ഇന്ന് ആ സംസാരം ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ എന്ന നിലക്ക് ആളുകളുടെ ശോല ദുന്യവിയായ മറ്റ് കലാമിൽ നിന്നിട്ട് അവരെ തിരിച്ച് ദിക്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ദുന്യാവിന്റെ വർത്താനം തുടങ്ങുമ്പം ചില ഉസ്താദന്മാരെന്താക്കും? സുആൽ എന്നാണ് ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങും. അപ്പൊ നാകൂട്ടത്ത് ചൊല്ലിക്കൊള്ളുമല്ലോ. അത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെ ദുന്യവിയായ കലാമ് വരാതിരിക്കാൻ വേണ്ടി നല്ലത് തന്നെ. ചില നാട്ടില് തബാറക്ക സൂറത്ത് ഓതും. തബാറക്ക സൂറത്ത് പതിവാക്കിയാൽ
അവർക്ക് ഖബറിലുള്ള ശിക്ഷയെ തൊട്ട് സലാമത്തുണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഖബറടക്കുന്ന ഖബറുകൾ ചെല്ലൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല. എങ്കിലും തബാറക സൂറത്ത്, അള്ളാഹിന്റെ ഖുർആനാണല്ലോ, പ്രത്യേകിച്ച് തബാറക സൂറത്ത് ഖബറാളികൾക്ക് പ്രത്യേകം ഫലം കിട്ടുന്നതാണല്ലോ. ദുന്യവിയായിരിക്കുന്ന സംസാരം അതും ഇതും ഒഴിവാക്കാം വേണ്ടിയിട്ട് ചില ആളുകൾ ചെല്ലുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുന്നത്ത്, ഇപ്പൊ നമ്മൾ പറയുന്ന ഈ തസ്ബീത്ത് ചൊല്ലൽ സുന്നത്തും തെൽക്കീൻ ചൊല്ലൽ പറയുന്ന സുന്നത്തും രണ്ടും പറയാൻ പോകാം. ഈ തസ്ബീത്ത് ചൊല്ലേണ്ട സുന്നത്ത് എപ്പോൾ മുതൽക്കാണ് സുന്നത്താകുന്നത്? ഖബർ അടക്കി കഴിഞ്ഞിട്ട്, മണ്ണിട്ട് മൂടൽ കഴിഞ്ഞതിന് ശേഷമാണ് സുന്നത്ത്. അതിനു മുമ്പ് ചെല്ലൽ തെറ്റുണ്ട് എന്നല്ല, തന്നെയല്ല. നേരത്തെ ഇമാം മുജൈരിമിയൊക്കെ പറഞ്ഞതുപോലെ ഇപ്പത്തെ കാലത്ത് ഒന്നിരിക്കലും യാസീന്, അതല്ലെങ്കിൽ തബാറക്ക, അല്ലെങ്കിൽ ഈ തസ്ബീത്ത് പോലത്തത്, തസ്ബീത്തൊക്കെ പറഞ്ഞുതരാം. തസ്ബീത്ത് ഒക്കെ ചെല്ലുന്ന എന്താ, ദുന്യവിയായിരിക്കുന്ന കലാമ് ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ മറമാടുമ്പോഴും ഖബറുകളിൽ നിന്നൊക്കെ യാതൊരു ഭയവും മനുഷ്യന് പറ്റ കൽബിൽ നിന്നിട്ട് ആ മരണത്തെ പറ്റിയുള്ള ചിന്തന ഊരിപ്പോയിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് പ്രശ്നങ്ങളും കക്ഷി പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ദുന്യവിയായ ചിന്തകളും ചർച്ചയും വർത്താനോ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി മയ്യത്ത് ഖബറിൽ വെച്ച് തുടങ്ങിയ ഉടനെ തന്നെ ചിലർ യാസീൻ ഓതുന്നു. അത് ഖബറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് ആയതുകൊണ്ട് ആ മുനാസബത്ത് വെച്ചിട്ട് ഓതുന്നു. ചിലർ ഏതായാലും സുന്നത്ത് ഉണ്ടല്ലോ ഖബർ അടക്കി കഴിഞ്ഞാൽ, ഭർത്താൻ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ചെല്ലുക എന്ന നിലക്ക് തസ്ബീത്ത് ചെല്ലുന്നു. എന്തിന് നിൽക്കണം? സാഅത്തൻ, ഒരു സാഅത്ത് സമയം സുന്നത്തുണ്ട്. കുറച്ചില്ല, ചില്ല കിട്ടും. പക്ഷേ ഹദീസിലുള്ള കൽപ്പന ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിങ്ങൾ ഖബർ അടക്കി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് പോകരുത്, നിങ്ങൾ ഒരു സാഅത്ത് സമയം എൻ്റെ പരിസരത്ത് വേണം. എന്തിന്? അസ്തനി സുബിക്കും, നിങ്ങളെ കൊണ്ടിട്ട് എനിക്ക് ഈനാസ് കിട്ടും, മനസ്സിന് ശാന്തി കിട്ടും. അതുകൊണ്ട് ഒരു സാഅത്ത് സമയം നിങ്ങൾ അവിടെ നിൽക്കണം. ഒരു സാഅത്ത് പറഞ്ഞാൽ അന്നത്തെ നിലക്ക് ഒരു ഒട്ടകം അറുത്ത് മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ സമയമാണ് ഒരു സാഅത്ത് സമയം. ഒരു മണിക്കൂർ അതിന് വെച്ചുകൂടാ, ഒരു സാഅത്ത് ഏകദേശം 40 മിനിറ്റ് സമയം. എങ്ങനെ നിൽക്കണം? യസ്അലൂന, ഈ നിൽക്കുന്ന ജമാഅത്ത് ചോദിക്കുന്നവരായിക്കൊണ്ട്, ലഹു, ഈ മറമാടപ്പെട്ട ഖബറാളിക്ക് വേണ്ടി. എന്തിനെ ചോദിക്കുക? അത്തസ്ബീത, അയാളെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് എടറാതെ ഉറച്ചു നിന്ന് ശരിയായ ഉത്തരം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരിക്കുക. അത്രേ അത്രയുള്ളൂ തസ്ബീത്ത്. തസ്ബീത്ത് തന്നെ ഉറപ്പിച്ച് നിർത്തുക എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ഖബറാളിയെ ചോദ്യം ചെയ്യപ്പെടുന്ന പരിഭ്രമത്തിൽ, അന്താളിപ്പിൽ എടറിപ്പോകാതെ ധൈര്യമായും സ്ഥൈര്യമായും ഉത്തരങ്ങൾ പറയാനുള്ള ഉറപ്പ് കിട്ടാൻ, മനോധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വയസ്തഗ്ഫിറൂന ലഹു, ഈ സംഘം ആളുകൾ ഈ ഖബറാളിക്ക് വേണ്ടി പാപത്ത് പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം. അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലാനും തസ്ബീത്തിനെ തേടാനും വേണ്ടിയിട്ട് ഒരു സാഅത്ത് സമയം മറമാടി കഴിഞ്ഞതിന് ശേഷം ഒരു സംഘം ആളുകൾ നിൽക്കൽ സുന്നത്താണ്. അതെ, എന്ത് വചനങ്ങൾ കൊണ്ടായാലും ഈ രണ്ട് ഉദ്ദേശം നടന്നാൽ മതി. ഒന്ന്, ഖബറിലെ ഫിത്നയുടെ സമയത്ത് എടർച്ച പറ്റാതെ ഉറപ്പിച്ചു നിർത്താനും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും വേണ്ടി ദുആ ചെയ്താൽ മതി. അത് മലയാളത്തിൽ പറയാ, അറബി പറയാ, പ്രത്യേക വാക്കുകൾ തന്നെ പറഞ്ഞോളന്നില്ല. സാധാരണ ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ ഈ ഖബറാളിയെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഹക്കിന്റെ പേരിൽ ഉറപ്പിച്ചു നിർത്തി കൊടുക്കണമേ. വഅൽഹിംഹുൽ ജവാബ, ശരിയായ ഉത്തരം അദ്ദേഹത്തിന് നീ തോന്നിപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, പടച്ചവനെ ഖബറ മൂടിക്കഴിഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഖബറിന്റെ രണ്ട് ഭാഗം ഇടുങ്ങി അതിൻ്റെ ഉള്ളിൽ ഞെരുങ്ങിപ്പോവുമെന്നാണ്. ആ ഖബറിന്റെ രണ്ട് ഭാഗം ഈ ഖബറാളിയെ തൊട്ട് നീ അകറ്റി കൊടുക്കണമേ. എല്ലാവരും ഇടുങ്ങുന്ന അമ്പിയാക്കളുടേത് ഒഴിവായിരിക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയും മൂത്തുമ്മയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുമാവുന്ന ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹ ഖബറിടുങ്ങുന്നതിൽ നിന്നിട്ട് ഒഴിവാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പോറ്റുമ്മയാണ്. വഫാത്തായി മയ്യിത്ത് കൊണ്ടുവച്ചപ്പം ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിടത്തിൽ ഇറങ്ങി കിടന്നു. ഖബറിൽ ഇറങ്ങി കിടന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എൻ്റെ ഉമ്മക്ക് ശേഷം എന്നെ
ഇതുവരെ ഉമ്മയായി പോറ്റിയ ഫാത്തിമ ബിന്തിന് അസദിന് നീ പുറത്തു കൊടുക്കുകയും അവരോട് നീ റഹ്മത്ത് ചെയ്യുകയും അവരെ തൊട്ട് ഖബറിന്റെ ഇടുക്കത്തെ സലാമത്താക്കുകയും ചെയ്യണമേ എന്ന് ഖബറിൽ കിടന്നുകൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ഏക വ്യക്തിത്വമാണ്. വേറൊരാൾക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ ഇടുങ്ങൂല, അംബിയ മുർസലുകളുടേതും ഇടുങ്ങൂല, ബാക്കി ആരതും സംഭവിക്കാം. പക്ഷെ അത് രണ്ട് തരത്തിലുണ്ട് എന്നാ. കാരണം ഈ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവരാണല്ലോ മനുഷ്യൻ. മണ്ണ് മാതാവിന്റെ സ്ഥാനത്താണ്. ഒരു മാതാവ് തൻ്റെ മക്കള് ദീർഘകാലം തന്നെ വിട്ടുനിന്ന് തിരിച്ചു വരുമ്പോ ആ സന്തോഷത്തോടു കൂടി ഒരു വാരിപ്പുണരുന്ന ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സ്നേഹത്തോടു കൂടിയായിരിക്കും, മോശപ്പെട്ടവരാണെങ്കിൽ ഗൗരവത്തോടും വെറുപ്പോടും കൂടിയായിരിക്കും. ആ രണ്ട് വൗത്തത്ത്, അതിന് വൗത്തത്തുൽ ഖബർ എന്നാണ് പറയാ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ട് മഹാനവറുകളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലൂന്നിക്കൊണ്ടാണ് നടന്നിരുന്നത് എന്നാ. ചോദിച്ചപ്പം പറഞ്ഞ മലായിക്കത്തിന്റെ ആധിക്യം കൊണ്ട് കാല് വെക്കാൻ സ്ഥലം ഞാൻ കാണുന്നില്ല എന്ന്. 70,000 മലായിക്കത്ത് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അനുഗമിച്ചിരുന്നു എന്നും റഹ്മാനി ലിമൗത്തി സഅദ് ഇബ്നു മുആദ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മഹത്തായ അർശ് പോലും ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിൽ അവരുടെ റൂഹ് വരുന്നതിൽ ആനന്ദാതിരേകത്താൽ പ്രകമ്പനം കൊണ്ടുപോയി എന്ന് പറയുന്നു. തന്നെയുമല്ല ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മുഖം തുടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടവൽ ഈ ദുനിയാവും ആ ദുനിയാവും മുഴുവനും കൂടിയതിനേക്കാൾ ഖൈറാണെന്ന് പറഞ്ഞ അത്രയും മഹാനവറുകൾ ഖബറിലേക്കാണ്ട് വെച്ച് മണ്ണിട്ട് മൂടിയ സമയത്ത് ഖബർ ഇടുങ്ങിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലുകയും തഹ്ലീൽ ചൊല്ലുകയും ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ഒക്കെ ചെയ്തു. അന്വേഷണം പറഞ്ഞ് ഇത്രയും മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ഇടുങ്ങി. അപ്പൊ ആ ഇടുങ്ങുന്ന ഖബർ ഒന്ന് അകന്ന് കിട്ടണം. അത് അകലും, നല്ലവരാണെങ്കിൽ അകലും. ആ അകലുന്ന കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടിയാണ് ജാഫിൽ ഖബർ അൻ ജംബൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് ഭാഗത്തിൽ നിന്നിട്ടും ഖബറിനെ നീ അകറ്റി കൊടുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യുകയും ചെയ്യണമേ. വആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, ഖബറിലും അനന്തരം മശ്റയിലും പരലോകത്തുമൊക്കെ വരുന്ന എല്ലാ ഭീകരാന്തരീക്ഷങ്ങള്, പരിഭ്രമജനകമായ സാഹചര്യങ്ങൾ, അവിടെയൊക്കെ അദ്ദേഹത്തിന് നീ നിർഭയത്വം നൽകണമേ. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലിക്കൊള്ളണമെന്നൊന്നും ഹദീസിലില്ല, ഒരു ഹദീസിലും അങ്ങനെ ഒരു ലഫ്ളും ഇല്ല. മറിച്ചെന്താണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിലുണ്ട്, സല്ലല്ലാഹു ലഹു അത്തസ്ബീത് ഫഇന്നഹു അൽആന യുസ്അൽ, ഈ ഖബറാളിക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിച്ചോളി, ഇപ്പോൾ ഖബറിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന. മനസ്സിലായില്ലേ? നിങ്ങൾ ഖബറിൽ വെച്ച് അയാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തസ്ബീത്ത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. കാരണം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. ഇത്രയും വിധങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന രൂപമാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ വആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഈ 5 കാര്യങ്ങളാണ് ഇപ്പോൾ സാധാരണഗതിയിൽ തസ്ബീത്ത് ചൊല്ലുന്നത്. നല്ലതാണ്. ഇനി അതല്ലാതെ തസ്ബീത്തും ഇസ്തിഗ്ഫാറും ഉൾക്കൊള്ളുന്ന മറ്റു വചനങ്ങളെ കൊണ്ട് ദുആ ചെയ്താലും കുഴപ്പമില്ല, അസ്ലു സുന്നത്ത് കിട്ടും. ആട്ടെ, തസ്ബീത്ത്. ഇനി വതൽഖീനു ബാലിഗിൻ, മൂന്നാമത് മരിക്കാൻ കിടക്കുമ്പോഴേ പറഞ്ഞേ മരിച്ചവർക്ക് തൽഖീൻ തസ്ബീത്ത് ചൊല്ലി കൊടുക്കുക. വതൽഖീനു ബാലിഗിൻ, പ്രായപൂർത്തിയെത്തിയ ആള് മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി തൽഖീൻ ചൊല്ലിക്കൊടുക്കലും സുന്നത്തുണ്ട്. വലോ ഷഹീദൻ, അത് യുദ്ധക്കളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വഹിച്ച രക്തസാക്ഷിയാണെങ്കിൽ പോലും തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് അയോട് നീട്ടി. കമഖ്തല്ലാഹു ഇത്ലാഖുഹും, മഹാന്മാരായിരിക്കുന്ന ഇമാമിയങ്ങൾ മരണപ്പെട്ട പ്രായപൂർത്തിയായ ആളുകൾക്ക് വേണ്ടിയൊക്കെ തൽഖീൻ ചൊല്ലൽ സുന്നത്തുണ്ട് മൊത്തത്തിലാണ് പറഞ്ഞത്. അത് ഷഹീദെന്നോ അല്ലാത്തവരെന്നോ വേർതിരിച്ചിട്ടില്ല. എന്നാ ഷഹീദിന് പെടൂല എന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങളുണ്ട്. പക്ഷെ അസാബ് പറഞ്ഞത്
ബാലികായ ബുലൂഗ് എത്തിയതിനു ശേഷം മരണപ്പെട്ടവർക്കൊക്കെ തെൽക്കീൻ ചൊല്ലി കൊടുക്കൽ സുന്നത്തുണ്ട് എന്നാ. എന്നാൽ ഇവിടെ ഖിലാഫ് അലി സർക്കശി, ഇമാം സർക്കശി റഹ്മഹുല്ലാ തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഖിലാഫുണ്ട്. ഏത്? ഷഹീദിന് അതിന്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഇംതിഹാനാണല്ലോ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇയാളുടെ ഈമാനിന്റെ സ്ഥൈര്യം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുധമെടുത്ത് അടരാടുന്ന ശത്രുക്കളോട് മല്ലടിച്ച് ആ ആയുധത്തിന്റെ മുമ്പിൽ ഉറച്ചു നിന്നെങ്കിൽ അതിൽ വലിയൊരു പരീക്ഷണമൊന്നും ഖബറുള്ള ചോദ്യത്തിന് വരുന്നില്ല. അപ്പൊ അതിൽ ഉറച്ചു നിന്ന് രക്തസാക്ഷിയായ ഒരു ഷഹീദിന് പിന്നെ തെൽക്കീൻ ചൊല്ലി കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി തങ്ങൾക്ക്. ഇനി നെയ്യേറിയിട്ട് അപ്പം കേടരൂലല്ലോ, ഷഹീദിന് ചൊല്ലി കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ തന്നെ അവർ രക്ഷപ്പെടുന്നവരാണ്. എന്നാലും ചൊല്ലിക്കൊടുത്തുകൊണ്ട് എന്താ കേട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതല്ലെങ്കിൽ മഹാന്മാരായ സലഫു സാലിഹീങ്ങളോ ഷഹീദിന് ചൊല്ലി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ പ്രശ്നം. ചൊല്ലി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊല്ലി കൊടുക്കാം, ചൊല്ലി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ചൊല്ലി കൊടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചൊല്ലി കൊടുക്കുക. ഫലം കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ, കിട്ടിയില്ലെങ്കിൽ വേണ്ട, ചൊല്ലണോനെ കൂലി കിട്ടുമല്ലോ. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ഫലവും കിട്ടുമല്ലോ. പ്രത്യേകം മനസ്സിലാക്കുക. മരിച്ചവർക്ക് കൊണ്ട് കാര്യം കിട്ടൂല. ഹലാസ് കാര്യം കിട്ടുമല്ലേ നിജു ഞാനും എല്ലാം തീരുമാനിക്കല്. ഈ കിട്ടൂല എന്ന് തന്നെ വെച്ചെന്നാൽ ചൊല്ലിക്കൊടുത്തവന് കാര്യം കിട്ടുമല്ലോ. കാരണം എന്താ? അവർ നല്ല ഹൈറായ കാര്യമല്ലേ പറയുന്നത്. അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സ്വന്തം മകൻ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്താവുമ്പോൾ 2 വയസ്സ് തികഞ്ഞിട്ടില്ല. ഈ 2 വയസ്സ് തികയാത്ത തൻ്റെ സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ഖബറടക്കിയിട്ട് ആ ഖബറിങ്ങൽ ഇരുന്നു കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കണ്ണും സജലങ്ങളാണ്. എന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട മകനെ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ ഞങ്ങൾ സ്വീകരിക്കുകയും അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതല്ലാത്തതൊന്നും ഞങ്ങൾ പറയുകയുമില്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിമു ലമഹ്സൂനൂൻ എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട മകനെ, ഹദീസ് അങ്ങനെ തന്നെ ഉണ്ട്, പ്രിയപ്പെട്ട മകനെ, നിന്റെ അരികെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാമ് നിന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ നീ പറയണം, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്നും ഇസ്ലാമാണ് എൻ്റെ ദീന് എന്നും എൻ്റെ പിതാവാകുന്ന ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും നീ പറയണം എന്ന് പറയുമ്പോൾ ചുറ്റുമുണ്ടായിരുന്ന സഹാബാ കിറാമുകൾ അത് കേട്ട് കരഞ്ഞു. കൂട്ടത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശബ്ദം ഉയർന്നുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, എന്താണ് ഉമറേ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ, ഹബീബായ നബിയെ, 2 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത തക്ലീഫിന്റെ പ്രായമെത്താത്ത അവിടുത്തെ സ്വന്തം പുത്രൻ മരണപ്പെട്ടിട്ട് അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ തൽഖീൻ ചൊല്ലി കൊടുക്കുന്നു. സാധുവായ ഉമർ എത്രയോ വലിയ പാവിയാണ്. ഈ പാവിയായ ഉമർ തക്ലീഫുള്ള ആളാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാല് എനിക്ക് ആരായിരിക്കും തൽഖീൻ ചൊല്ലി കൊടുത്തരിക? എനിക്ക് ആരാണായിരിക്കും ഉണ്ടാകുക? എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് കേട്ടപ്പം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ കൂടെ ഇന്ന സഹാബാക്കളും എല്ലാവരും കരഞ്ഞുപോയി. ആ സന്ദർഭത്തിലാണ് അല്ലാഹു തആല യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ എന്ന ആയത്ത്. അപ്പൊ മുഅ്മിനീങ്ങളായ ആളുകൾ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മൈക്ക് കട്ടായിട്ടുണ്ട് ഉസ്താദെ. ഉസ്താദെ കേൾക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ ഉസ്താദന്മാരെ ആരെങ്കിലും? ഹലോ, കേൾക്കുന്നില്ലേ? ആദി എന്താണ് ഇങ്ങനെ പിയം പിടിക്കുന്നത്? മൈക്ക് പോയി, എൻ്റെ പോയി ഉസ്താദിൻ്റെ പോയി എന്നാ പറഞ്ഞു. ഞാൻ മൈക്കിലുള്ള റബ്ബേ ഉണ്ട്. ഓക്കെ ഉസ്താദ്, എന്നിട്ട് അറിയിച്ചനോ ആരെങ്കിലും? എന്താ ചെയ്യാ? മൈക്ക്
ഞാൻ മൈക്കിലുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ഉസ്താദ് പോയല്ലോ ഏതായാലും. അല്ലാ, മൈക്ക് പോയി. ഉസ്താദിനെ ഡി സി ആക്കിയോ? അൺബോണസ് ചെയ്തോ? ആ, ശരി ഉണ്ടായല്ലേ. ഓക്കെ, നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പോയത്. അപ്പം തന്നെ ഉസ്താദ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് നമുക്കത് പൂർണ്ണമായി കേൾക്കുകയുമില്ല. ആ, ഉസ്താദ് എന്നാലിപ്പോൾ അറിയും, എന്തോന്നറിയില്ല, വേറെ പി സിക്ക് പ്രശ്നമായെന്ന് അറിയില്ല. ഉസ്താദ് ഓൺലൈനിലുണ്ടല്ലോ, എന്താ ആരെങ്കിലും? ഓക്കെ ഉസ്താദെ, പോയത് എവിടെ നിന്ന് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉസ്താദെ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ തങ്ങൾ ആരാ എനിക്ക് തെല്ലുകയെന്ന്. അപ്പോൾ ഉസ്താദ് ഒരു ആയത്ത് ഓതിയിരുന്നു, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു. ആ ആയത്തിനാണ് ഉസ്താദ് പോയത്. അസ്സലാമു അലൈക്കും. ഉസ്താദിന് മൈക്ക് കിട്ടുന്നോ? ഉസ്താദ് മൈക്ക് എടുത്തോളൂ. കിട്ടുന്നില്ലായിരിക്കും അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്ന് ഉസ്താദിനെ ഒന്നുകൂടി ബോണസ് ചെയ്തോ? ഓഫ്ലൈനിലായോ? അത് തിരക്കല്ല, ഉസ്താദ് വന്നോളൂ. റൈസ് ഹാൻഡ് ചെയ്യാതെ മൈക്ക് എടുത്താലും ചെയ്യാതെ ഉസ്താദ് എത്തിയോ എന്നറിയില്ല. ഉസ്താദ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് കട്ടായി എന്ന് ഉസ്താദിന് അറിയില്ല, അതാ ബുദ്ധിമുട്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഡി സി എന്നാ ഒന്ന് ഉസ്താദിനെ ഇത് ചെയ്തു നോക്കി. കുറേ ആളെ എന്നെ പി എം അടിച്ചിട്ടൊരു കാര്യമില്ല, കേശരി ഉസ്താദിനെ പി എം അടിക്കേണ്ടത്. എല്ലാവരും ഓക്കെ. ഉസ്താദ് വരുമ്പോൾ ഉസ്താദോട് പറയണം ഇപ്പം സംഭവം എവിടെ നിന്ന് വെച്ചിട്ട് കട്ടായെന്ന് ഉസ്താദിന് പറയാൻ കഴിയില്ല. ഉസ്താദിന് എപ്പോഴും പറയുകയാണെങ്കിൽ എവിടെ വെച്ച് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഓക്കെ, ഞാൻ ബൈക്ക് വിട്ടു. ഉസ്താദിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നോ? ഉസ്താദ് ഓൺലൈനിൽ കാണുന്നുണ്ടല്ലോ. ഹലോ, വന്നു, ലൈനിൽ വന്നല്ലേ? ആ ഉസ്താദ് ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തോളൂ. ഇല്ലല്ലോ, കാണുന്നുണ്ടോ? ഉസ്താദ് ഓൺലൈനിൽ കാണുകയാണ്, റൂമിൽ കാണുന്നില്ല. ഹലോ, ഉസ്താദ് വന്നോ? വന്നെങ്കിൽ ഓക്കെ ഉസ്താദെ, ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തോളൂ. ഉസ്താദ് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓക്കെ ഉസ്താദെ, എവിടെ വെച്ചിട്ടാണ് മൈക്ക് പോയതെന്ന് പറഞ്ഞാൽ ഉസ്താദെ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ചരിത്രത്തിലാണ് സബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു. അവിടെ നിന്നാണ് ഉസ്താദെ ആയത്ത് ഓതുമ്പോഴാണ് മൈക്ക് പോയത് ഉസ്താദെ. ഓക്കെ, അസ്സലാമു അലൈക്കും. അത് വൈറസ് അല്ലെങ്കിൽ തന്നെ വഹാബിയാണ്. തെൽക്കീനെ പറയുമ്പോൾ ഓൽക്കൊരു പൊറുതിയിട്ടുണ്ടാവുകയെ, അതാ അല്ലാട്ടെ. അപ്പോ
ഈ ആയത്തിറങ്ങിയതോടുകൂടി സ്വഹാബാക്കൾക്കൊക്കെ വളരെ സമാധാനവും സന്തോഷവുമായി. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല് കുട്ടിയല്ലേ എന്ന്. കുട്ടികൾക്ക് പ്രത്യേക നിയമം, കുട്ടികളാവുന്നതിന് മുമ്പ് ഷഹാദത്ത് കലിമയില്ല മുസ്ലിം ആവൂലെന്നും പ്രായപൂർത്തിയെത്തിയാലേ ആവുള്ളൂ എന്നൊക്കെ നിയമം ഖന്തഖ് യുദ്ധകാലം അഥവാ ഹിജ്റ 4 ശേഷമാണ് വരുന്നത്. അതുവരെ തമ്മീസായിരുന്നു എന്ന് കാണാം. ഇനി സ്വന്തം മകന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഖീൻ ചൊല്ലിക്കൊടുത്തത് ചിലപ്പോൾ ഖുസൂസിയത്തും ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തും ആവാം. ഓട്ടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ഇമാം തബറാനി ഒന്നിലധികം പരമ്പരയിലൂടെ റിവായത്ത് ചെയ്ത ഹദീസ്. നിങ്ങളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ, ഒരാൾ ഖബറടക്കി കഴിഞ്ഞ് തലഭാഗത്ത് ഒരാൾ നിന്നുകൊണ്ട് അയാളുടെയും ഉമ്മയെയും അയാളുടെയും പേര് വിളിച്ചുകൊണ്ട്, ഉമ്മാന്റെ പേരറിയില്ലെങ്കിൽ ഹവ്വാ റളിയല്ലാഹു തആല അൻഹയുടെ പേര് വിളിച്ചുകൊണ്ട് അയാളെ വിളിക്കണമെന്നും തൽഖീൻ ചൊല്ലിക്കൊടുക്കണമെന്നും അദ്ദേഹത്തിന് അത് ഫലപ്പെടുമെന്നും പറയുന്ന ദീർഘമായ ഹദീസ് ഇമാം തബറാനി ബഹുമാനപ്പെട്ട അബൂ ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ട് ഒന്നിലധികം പരമ്പരയുടെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മജ്മുഇൽ ആ ഹദീസ് സനദ് സഹിതം ഉദ്ധരിച്ചിട്ടുമുണ്ട്. സനദിൽ അല്പം ബലഹീനതയുണ്ട് എന്നത് സത്യമാണ്, എന്നാലും ഫളായിലുൽ അഅ്മാലിൽ അത് സ്വീകാര്യമാണ് എന്നും തന്നെയല്ല പ്രസിദ്ധനായ ഇബ്നുൽ ഖയ്യിം തന്റെ അർറൂഹിൽ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കാലം തൊട്ട് മശ്രിഖ് മഗ്രിബ് ഇടയിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന എല്ലാ സ്ഥലത്തും നിരാക്ഷേപം, മുസ്ലിം മയ്യിത്ത് മറമാടിക്കഴിഞ്ഞാൽ തൽഖീൻ ചൊല്ലപ്പെടുന്നുണ്ട് എന്നും അത് സഹാബത്തിന്റെ കാലം തൊട്ട് ഇന്നോളം നിരാക്ഷേപം നടന്നു വരുന്ന ഫേലിയായ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നും ആര് പറയുന്നുണ്ട്? ഇബ്നുൽ ഖയ്യിം തന്റെ അർറൂഹിൽ പറയുന്നുണ്ട്. അപ്പൊ തൽഖീന്റെ തെളിവ് അന്വേഷിച്ചുകൊണ്ട് ആരും ബേജാറാണ്ടയില്ല. ഇനി അതിന്റെ ഒക്കെ പുറമെ മഹാന്മാരായ ഫുഖഹാ അതിൽ പറയുന്ന പ്രധാന തെളിവ് ഫദക്കിർ വഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉത്ബോധനം ഏറെ ഉപകാരപ്പെടുന്ന സമയമാണത്, അതുകൊണ്ട് നിങ്ങൾ ഉത്ബോധനം ചെയ്യണം എന്ന്. അപ്പൊ ഈ ഉത്ബോധനം മരിച്ച ആൾക്കാണോ ജീവിച്ചിരിക്കുന്നവർക്കാണോ? അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇനി മരിച്ച ആൾക്ക് കിട്ടൂലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഏതായാലും കിട്ടും. ഈ ഖബറിന്റെ അരികെ ഒരുമിച്ച് കൂടി പരലോകത്തേക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളെ ഖബറിൽ വെച്ചാണ് മൂടിയ സമയത്ത് ഒരുവിധം ഈമാന്റെ ചെറിയൊരു വെളിച്ചമുള്ള മുഴുവൻ മോമിനീങ്ങളുടെയും മനസ്സ് പ്രകമ്പനം കൊള്ളുന്ന ആ സമയത്ത് വിശ്വാസത്തിന്റെ മുഖ്യ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കൊണ്ടുള്ള ഒരു ഉത്ബോധനം ഈ ഖബറിന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് ഉപകാരപ്പെടും. നല്ല മനസ്സിലാക്കുക. അപ്പോ ഈ തദ്കീർ ഖബറാളിക്കും പെടാം, അല്ലെങ്കിൽ ഖബറിങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മോമിനീങ്ങൾക്ക് നിർബന്ധമായും പെടും. അതൊരു നസീഹത്ത് എന്ന് പറയുന്ന സ്വാലിഹായ അമലാണ്. ഖബറിങ്ങൾ വെച്ചിട്ട് ആ സ്വാലിഹായ അമൽ ചെയ്യുമ്പോൾ അതിന്റെ ബറക്കത്ത് മറമാടപ്പെട്ട ഖബറാളിക്കും കിട്ടും. എന്തായാലും പറഞ്ഞവന് കിട്ടും, ചുറ്റും കൂടി നിൽക്കുന്നവന് കിട്ടും. ആ കിട്ടുന്ന സ്വാലിഹായ അമലിന്റെ ബറക്കത്ത് കൊണ്ട് ഖബറടങ്ങി ആൾക്കും കിട്ടും. അപ്പൊ ഖുർആൻ ആയത്താണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഫദക്കിർ വഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ്. അപ്പം ഇതിന്റെ ഒരു ഇഷ്കാല് വഹാബികളുടെ ഭാഗത്ത് നിന്ന് വരിക, മരിച്ച ആളുകൾക്ക് ഇനി എന്താ ഉത്ബോധനം നടത്തിയിട്ട്, എടോ മരിച്ച ആൾക്കല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ഉപകാരം കിട്ടൂലേ? ചുറ്റും ആളുകൾ കൂടിക്കുന്നിടത്തുനിന്നല്ലേ തൽഖീൻ ചെല്ലുന്നത്? വിശ്വാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്ബോധനം, ഖബറിടത്തിൽ വെച്ച് ഉത്ബോധനം ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു. ആ സമയത്തുള്ള ഉത്ബോധനം ഏതൊരു മനുഷ്യനെയും മനസ്സിന്റെ ആഴത്തിൽ സ്പർശിക്കും എന്നതുകൊണ്ട് അത് ഈമാനിന്റെ പ്രഭ കൂടാൻ, തെളിച്ചം കിട്ടാൻ കാരണമാകും. അതിന് കാരണമാവുന്ന ഒരു സ്വാലിഹായ അമൽ അവിടെ വെച്ച് ചെയ്യുമ്പോൾ ഖബറാളിക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. അട്ടെ, അപ്പോ എപ്പോഴാണ് ബാദ തമാമി ദഫ്നിൻ? അതും മറമാടി കഴിഞ്ഞതിന് ശേഷമാണ് തൽഖീനും ചൊല്ലിക്കൊടുക്കേണ്ടത്. പിന്നെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് അത് നമ്മൾ മുമ്പ് പറഞ്ഞതാ. ഏതായാലും സന്ദർഭോചിതമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ഒരു പിടി മണ്ണ് ഖബറിൽ നിന്നെടുത്ത് അതിൽ 7 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഓതി ഈ ഖബറിന്റെ തലഭാഗം മുതൽക്ക് കാൽഭാഗം വരെയുള്ളത് വിതറിയാൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്നിട്ട് സലാമത്തുണ്ടാവും എന്ന് ഹദീസിൽ വന്നതായി മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മയ്യിത്ത് വെച്ചതിന് ശേഷം ചെയ്യുക. ഇത് തൽഖീൻ മറമാടി കഴിഞ്ഞതിന് ശേഷം ചെല്ലുക, തസ്ബീത്തും മറമാടി കഴിഞ്ഞതിന് ശേഷം ചെല്ലുക.
അപ്പൊ എങ്ങനെയൊക്കെ തെൽക്കീന് വിവിധ രീതികളുണ്ട്. ഫയഖ്ഉദു റജുലുൻ, ഒരു പുരുഷൻ ഇരിക്കണം, ഖുബാലത്ത വജീഹിഹി, ഈ ഖബറാളിയുടെ മുഖത്തിന് അഭിമുഖമായിട്ട്. അപ്പൊ തലഭാഗത്ത് തിരിഞ്ഞിരിക്കുക, ഇയാളെ മുഖത്തേക്ക് അഭിമുഖമായ നിലക്ക് തിരിഞ്ഞിരിക്കുക. വയഖൂല, എന്നിട്ട് ഈ ചൊല്ലിക്കൊടുക്കുന്ന ആള് പറയാ, യാ അബ്ദുല്ലാഹി ഇബ്ന അമത്തില്ല. അവിടെ ആള് പറയേണ്ട ആവശ്യമില്ല. അബ്ദുല്ലാഹി ഇബ്ന അമത്തില്ല എന്നുള്ള ആരെ പറ്റിയും പറയാം. പക്ഷേ ഹദീസിൽ വരുന്നത് യാ ഫുലാൻ ഇബ്ന ഫുലാൻ, ഫുലാനാണ്, ഇന്നാൽ ഇന്ന വ്യക്തിയുടെ മകനാവുന്ന ഇന്നാലിന്നവരെ. അപ്പൊ ആളെ പേര് പറയണം. ആളെ പേര് പറയലാണ് ശരിയായ രീതി. ഹദീസിൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഈ മരിച്ച ആളുടെയും അയാളുടെ ഉമ്മാന്റെയും പേര് വിളിച്ചിട്ട് പറയാം. എന്നിട്ട് ഉദ്കുർ, നീ ഓർത്തിരിക്കണം, അൽ അഹ്ദല്ലദീ ഖർജത അലൈഹി മിനദ്ദുനിയ, ഇഹലോകത്ത് ജീവിച്ച് ഇവിടെ നിന്ന് വേർപ്പെട്ട സമയത്ത് നീ അള്ളാഹുമായി നൽകിയ ഉടമ്പടി, ആ ബന്ധം നീ മറക്കണ്ട. എന്താണത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ. വ അന്നൽ ജന്നത ഹഖ്ഖുൻ, മുഅ്മിനീങ്ങൾക്കുള്ള സ്വർഗം എന്നത് സത്യമാണെന്നും, വ അന്നൻ നാറ ഹഖ്ഖുൻ, പാവികൾക്കും കാഫിരീങ്ങൾക്കുമുള്ള നരകം സത്യമാണെന്നും, വ അന്നൽ ബഅസ ഹഖ്ഖുൻ, മരണാനന്തരം പുനർജീവിപ്പിക്കപ്പെടും എന്നത് സത്യമാണെന്നും, വ അന്ന സ്സാഅത ആതിയത്തുൻ, ഖിയാമത്ത് നാൾ തീർച്ചയായും വരും, ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയത്തിനും വഴിയില്ല എന്നും, വ അന്നല്ലാഹു യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറടങ്ങിയ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല പുനർജീവിപ്പിക്കും എന്നതും ഹഖാണ്. മാത്രമല്ല വ അന്നക റളീത ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ കൊണ്ട് രക്ഷിതാവും ഉടമക്കാരനുമായി തൃപ്തിപ്പെട്ടവനാണ്. ഒബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവനാണ്. ഒബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായും തൃപ്തിപ്പെട്ടവനാണ്. വബിൽ ഖുർആനി ഇമാമ, ഖുർആൻ തന്റെ മാതൃകയായി അതും സ്വീകരിച്ചവനാണ്. വബിൽ കഅബത്തി ഖിബ്ല, കഅബ ഷരീഫിനെ ഖിബ്ലയായി സ്വീകരിച്ചവനാണ്. വബിൽ മുഅ്മിനീന ഇഖ്വാന, സത്യവിശ്വാസികളെ സഹോദരന്മാരായും സ്വീകരിച്ചവനാണ്. മാത്രമല്ല റബ്ബി അല്ലാഹ്, എന്റെ ഉടമക്കാരനും രക്ഷിതാവും അള്ളാഹു മാത്രമാണെന്നും, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടവരാരുമില്ലെന്നും, അലൈഹി തവക്കൽതു, ആ ഉടമക്കാരനാവുന്ന ഇലാഹാവുന്ന റബ്ബിന്റെ മേൽ ഞാൻ കാര്യങ്ങളെല്ലാം തവക്കുലാക്കിയിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന് ഉടമയാണ് റബ്ബ് എന്നും. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയലും സുന്നത്ത. ഇത് തന്നെ ചൊല്ലിക്കൊള്ളണം എന്നില്ല, ഇത് അതിൽപ്പെട്ട ഒരു രീതിയാണ്. ഇവിടെ യാനത്തുകാരനൊക്കെ വലിയ തെൽക്കീം പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസുള്ളവര് ഇത് തന്നെ ചൊല്ലിക്കൊടുക്കണം. മൊല്ലാക്കാന്റെ പണിയായിട്ട് കാണുക നമ്മള്. അപ്പൊ മൊല്ലാക്ക അയാൾക്ക് ഇപ്പൊ എന്താ, നിങ്ങൾ സ്വർഗത്തിൽ എന്താ നരകത്തിലായെന്താ, അയാൾ ഡ്യൂട്ടി ചെയ്യാനേക്കാൾ. അതേ സമയത്ത് തന്റെ കുടുംബത്തിലോ ബന്ധത്തിലോ പെട്ട ആളുകളിൽ നിന്ന് തഖ്വയും സൂക്ഷ്മതയുമുള്ള നല്ല ആളുകളുണ്ടെങ്കിൽ അവരാണ് ഇത് ചൊല്ലിക്കൊടുക്കേണ്ടത്. അവര് കണ്ടോ, മറ്റൊരു അത് വായിക്കണുള്ളൂ. ഞാൻ അതിന്റെ അർത്ഥം പറയാനൊന്നും പറയരുതിട്ടാ ആലൂരെ. അത് ഞാൻ ഒരു നീണ്ട, കുറച്ച് അർത്ഥവത്തായ, കുറച്ച് നീണ്ട ഒരു തെൽക്കീന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു ഷൈഇൻ ഹാരികുൻ ഇല്ലാ വജ്ഹഹു ലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗതി വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമത്തി ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. മിൻഹാ ഖലഖ്നാകും وفيها نعيدكم ومنها نخرجكم تارة أخرى منها خلقناكم للأجر والثواب وفيها نعيدكم للدود والتراب ومنها نخرجكم للأرض والحساب. بسم الله وبالله ومن الله وإلى الله وعلى ملة رسول الله صلى الله عليه وسلم. هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. ഇത്രയും മുഖദ്ദിമയായിട്ട് ചൊല്ലിയിട്ട് പിന്നെയാണ് തുടങ്ങി യാ ഫുലാൻ ഇബ്ന ഫുലാന, അതാണ് പേര് വിളിച്ചിട്ടുള്ളത്. ഔ യാ അബ്ദുല്ലാ ഇബ്ന അമത്തില്ല, അങ്ങനെ അപ്പൊ പേരില്ലാതെ. യർഹമുക്കല്ലാഹ് ദഹബത് അൻക ദുനിയാ വസീനതുഹാ വസിർതൽ ആന ഫീ ബർസഖിൻ മിൻ ബറാസിഖിൽ ആഖിറതി ഫലാ തൻസൽ അഹ്ദ അല്ലദീ ഫാറഖ്തനാ അലൈഹി ഫീ ദാരിദ് ദുനിയാ വഖദ്
قدمت به إلى دار الآخرة وهو شهادة أن لا إله إلا الله وأن محمد رسول الله فإذا جاءك الملكان الموكلان بك وبأمثالك من أمة محمد صلى الله عليه وسلم فلا يزعجاك ولا يرعباك واعلم أنهما خلق من خلق الله تعالى كما أنت خلق من خلقه فإذا أتياك وأجلساك وسألاك وقالاك ما ربك وما دينك وما نبيك وما اعتقادك وما الذي مت عليه فقل لهما الله ربي فإذا سألاك الثانية فقل لهما الله ربي فإذا سألاك الثالثة وهي الخاتمة الحسنى فقل لهما بلسان طلق بلا خوف ولا فزع الله ربي والإسلام ديني ومحمد النبي والقرآن إمامي والكعبة قبلتي والصلوات فريضتي والمسلمون إخواني وإبراهيم الخليل أبي وأنا عشت وملت على قول لا إله إلا الله محمد رسول الله تمسك يا عبد الله بهذه الحجة واعلم أنك مقيم بهذا البرزخ إلى يوم يبعثون فإذا قيل لك ما تقول في هذا الرجل الذي يبعث فيكم وفي الخلق أجمعين فقل هو محمد صلى الله عليه وسلم جاءنا بالبينات من ربه فاتبعناه وآمنا به وصدقنا برسالته فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت هو رب العرش العظيم واعلم يا عبد الله أن الموت حق وأن نزول القبر حق وأن سؤال منكر ونكير فيه حق وأن البعث حق وأن الحساب حق وأن الميزان حق وأن الصراط حق وأن النار حق وأن الجنة حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور ونستودعك الله اللهم يا أنيس كل وحيد ويا حاضرا ليس بيغيب آنس وحدتنا ووحدته وارحم غربتنا وغربته ولقنه حجته ولا تفتنا بعده واغفر لنا وله يا رب العالمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇത് കുറച്ച് വലിയൊരു തെൽക്കീന. ഇത് ചൊല്ലി പഠിച്ച് അവനാന്റെ ബാക്കിയുള്ളവർ വന്നപ്പെടുമ്പോൾ ചെല്ലാന്ന് വല്ലാക്കാന്റെ ഡ്യൂട്ടിയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെല്ലാൻ ഓല് നിൽക്കൂല. ഓല് പെട്ടെന്ന് ആ ചെറിയതും ചെല്ലിയിട്ട് പോകും. കാരണം ഓരോ പണിയാണ്, പണിക്കാർ പണിയെടുക്കുള്ളൂ. അതേ സമയത്ത് സ്വന്തം ഇഖ്ലാസോട് കൂടി അവനാന്റെ ബന്ധത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ചെല്ലാവുന്നതാണ്. വല്ലൗലാലിൽ ഹാദിരീന, ആ സമയത്ത് അവിടെ ഈ ചൊല്ലിക്കൊടുക്കുന്ന ആള് ഖബറിന്റെ മുഖത്തിന് അഭിമുഖമായി ഇരിക്കുക, ബാക്കിയുള്ളവര് അൽ വഖൂഫ് നിൽക്കുക. ഒരു മുലഖിനി അൽ ഖുഉദു, ചൊല്ലിക്കൊടുക്കുന്ന ആൾ ഇരിക്കുക. അങ്ങനെ പറഞ്ഞ ഇത് പൂർത്തിയാക്കുക. വനിദാഉഹു ബിൽ ഉമ്മി, ഉമ്മാനെ കൂട്ടിയിട്ട് വിളിക്കുക. ഇന്നൊരിഫത്ത് ഉമ്മാന്റെ പേര് അറിയുമെങ്കിൽ, ഇല്ല ഉമ്മാന്റെ പേര് അറിയപ്പെടൂല്ലെങ്കിൽ ഹവ്വാബി റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിയിട്ട് വിളിക്കുക. അതിലാ യുനാഫി, അതെതിരല്ല ദുആനാസി യൗമൽ ഖിയാമത്തി ബിആബായിം, ഖിയാമത്ത് നാളിൽ ഓരോരുത്തരുടെയും ബാപ്പാന്റെ പേര് കൂട്ടിയിട്ടാ വിളിക്കുക. ഇവിടെ ഖബറുകൾ എത്തിയപ്പോൾ ഉമ്മാന്റെ പേര് കൂട്ടിയിട്ടാ വിളിച്ചത്. അത് എതിരല്ല എന്നറിയാൻ കാരണം ലിഅന്ന കിലൈഹിമാ തൗഖീഫുൻ, പരലോകത്ത് ബാപ്പാന്റെ പേര് ഇട്ടിട്ടാ വിളിക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിച്ചു. ഖബറുകൾ തിരക്കും ചൊല്ലി കൊടുക്കുമ്പോൾ ഉമ്മാന്റെ പേര് ഇട്ടിട്ട് വിളിക്കണം എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കുന്നു. അതിൽ നമ്മൾ ഇരുത്തിയാതിന് വഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അത് സ്വീകരിക്കുക. ലാ മജാല ലിർറഈഫിഹി, അതിലൊന്നും ചിന്തക്ക് സ്ഥാനമില്ല. അതെന്താണോ അള്ളാഹും റസൂലും പറഞ്ഞാൽ അത് സ്വീകരിക്കുക. വല്ലാഹിറു അന്നഹു യബ്ദുൽ അബ്ദ ബിൽ അമത്തി ഫിൽ ഉൻസ, മരിച്ച ആള് മയ്യത്താണെങ്കിൽ ആ അബ്ദുല്ലാഹി ഇബ്നു അമത്തില്ലാ അറിയുമ്പോൾ ആ അമത്തല്ലാഹി ഇബ്നു അമത്തില്ലാ എന്ന് പറയണം. വൈനുസുദമായിറ, ലമീറുകളൊക്കെ മുന്നത്തിന് ലമീറുകളാക്കണം എന്നതാണ്. ഇനി മുക്കറാക്കിയാലും ഷഖ്സ്, പണ്ട് നമ്മൾ വയ്യത്തുസ്കാരത്തിൽ പറഞ്ഞതുപോലെ വ്യക്തി എന്നർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ മുദക്കറാക്കിയിട്ട് പറയുന്നത് കൊണ്ടും കുഴപ്പം ഇല്ല. ഇനി ഖബർ സിയാറത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ മറമാടിക്കഴിഞ്ഞാൽ അന്ന് രാത്രി ചെയ്യേണ്ട പ്രത്യേകമായ ഒരു നിസ്കാരം സ്വലാത്തുൽ ഈനാസ് എന്ന പേരിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ സുന്നത്ത് നിസ്കാരം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് ഇവിടെ ഒരിക്കൽ കൂടി ഓർക്കുന്നത് നന്ന്. കാരണം മുമ്പ് പറഞ്ഞ സുന്നത്ത് നിസ്കാരം പറഞ്ഞ കൂട്ടത്തിലാണ്. ഇപ്പോൾ അതിന്റെ സന്ദർഭം അതല്ല. ഇപ്പൊ നമ്മൾ എവിടെയാണുള്ളത്? ഇപ്പൊ ഉള്ളത്
മരിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ സ്ഥലത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അന്ന് രാത്രി തൻ്റെ അടുത്ത സ്നേഹിതന്മാരോ കുടുംബങ്ങളോ ബന്ധുക്കളോ ആയ ആളുകൾ അന്ന് രാത്രി സാധിക്കുമെങ്കിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 2 റക്അത്ത് നിസ്കരിക്കുക. മുത്ലഖ് സുന്നത്ത് എന്ന് കരുതി നിസ്കരിച്ചാൽ മതി. അതല്ലെങ്കിൽ ഈ മയ്യത്തിന് ഖബറിൽ ഈനാസ് ഉണ്ടാകാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരം എന്ന നിയ്യത്തോടു കൂടിയും ആവാം 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് 1-ാമത്തെ റക്അത്തിൽ തന്നെ വജ്ജത്ത് ഓതി ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്ത് ഓതുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതുക. പിന്നെ 15 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. 2-ാം റക്അത്തിലും അതേ രീതിയിൽ തന്നെ അൽഹാഖുമുത് തകാസുർ ഒരു പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതുക. 15 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ചില റിവായത്തിൽ 10 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ആവാം. 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതിയാലും ഒക്കെ 15 എന്ന് ചില റിവായത്തിൽ കാണാം. 15 അങ്ങനെ 15 15 30 ഇഖ്ലാസ് സൂറത്തും 2 ആയത്തുൽ കുർസിയും 2 സൂറത്തു തകാസുറും ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച്, അള്ളാഹുവേ ഞാൻ നിസ്കരിച്ച ഈ നിസ്കാരം എന്നിൽ നിന്ന് കബൂലാക്കി ഇതിന്റെ സവാബിനെ ഇന്ന ആളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് മുഖേന ഖബറിൽ അദ്ദേഹത്തിന് സമാധാനവും ആശ്വാസവും നൽകുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്താൽ ഖബറിൽ ഒരു മരിച്ച തൻ്റെ ബന്ധത്തിൽ മരിച്ച വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മരിച്ച അന്ന് രാത്രി തന്നെ ചെയ്താൽ നല്ലതാണ്. ഇനി അതിൻ്റെ പുറമെ മറ്റൊന്നും കാണാം. എല്ലാ രാത്രിയും ഇഖ്ലാസുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ തൻ്റെ മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, ഇതേ നിസ്കാരം നിസ്കരിച്ചിട്ട്, ലോകത്ത് പടച്ചോനെ മരണപ്പെട്ട മോമിനീങ്ങളായ ആളുകളിൽ ഇന്ന് ഖബറടങ്ങിയ മുഴുവൻ ആളുടെയും ഖബറിലെ ഈനാസിന് വേണ്ടി ഞാൻ അതിയാക്കിയിരിക്കുന്നു എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഹൈറുള്ളൊരു കാര്യമാണ് എന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി കൂട്ടത്തിൽ ഉണർത്തി ഇൻഷാ അല്ലാഹ് ഇന്ന് അവിടെ നിർത്തട്ടെ. ഇനി ഖബർ സിയാറത്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഉസ്താദ്, അഹ്സനുൽ ജസാ. വളരെ സന്തോഷകരമായി തലഖീനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉസ്താദിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഖൈർ. പിന്നെ ഒരു സലഫ് എന്നൊരു ഐ ഡിക്കാരന് ഇങ്ങനെ എന്നെ PM അടിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അവന് തെളിവൊന്നും വേണ്ട, അവൻ ചെയ്യാതിരുന്നാൽ മതി, അവനെ കൊണ്ട് കുഴിച്ചിട്ടും കൂടിയാൽ മതി എന്നാണ് പറയാനുള്ളൂ. ഉസ്താദ് കുറച്ച് തിരക്കിലാണ് ഉസ്താദ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർക്ക് ചോദ്യത്തിന് വേണ്ടി മൈക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹരി ഉസ്താദ് മൈക്ക് എടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, കലിമത്ത് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ദിക്ർ മരണപ്പെട്ടവർക്ക് ചൊല്ലിക്കൊടുക്കണമെന്നാണല്ലോ. അത് പരിപൂർണമായി ചെല്ലാൻ പറ്റാത്ത ഒരാൾ, അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാൻ പറ്റുന്നില്ല. അവസാനമായി അയാൾക്ക് ഒരാൾ പറഞ്ഞു കൊടുത്താൽ അള്ളാ എന്നുള്ള വാചകം മാത്രം ഉച്ചരിക്കാനും പറയാനും സാധിക്കുമെങ്കിൽ അത് കലിമത്ത് ഷഹാദത്തിൽ പെടുമോ? അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം തന്നെ ഉൾപ്പെടണം എന്നാണ് ചോദ്യം. മനസ്സിലാകണമെന്ന് വിചാരിക്കുന്നു. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഷഹാദത്തിൽ പെടൂലെങ്കിലും ഒരാളുടെ അവസാന വാക്ക് അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മാവുമ്പോൾ അതിൻ്റെതായ വലിയ ഗുണങ്ങൾ കിട്ടും. പക്ഷേ ഹദീസിൽ നസ്സായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനം പറയുന്ന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ ഫായിസീങ്ങളോടുകൂടി സ്വർഗത്ത് കിടക്കും എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓഫർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് മാത്രം ബാധകമാണ്. അല്ലാതെ ദിക്ർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ സുബ്ഹാനല്ലാഹ് എന്നോ, അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, വെറും അല്ലാഹ് എന്നോ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നോ തുടങ്ങിയ ദിക്റുകളൊക്കെ ചൊല്ലുന്നത് നല്ലത് തന്നെയാണ്. അവസാനം നല്ലത് കൊണ്ട് അവസാനിക്കുക എന്ന് പറയുന്നൊരു ഗുണം കിട്ടും.
പക്ഷേ ദഖലൽ ജന്ന എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ഓഫർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവസാനം ആയവർക്ക് മാത്രമേ ഉള്ളൂ. അത് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ ഒഴിവാക്കേണ്ട അള്ളാന്ന് ചൊല്ലിക്കോട്ടെ, അല്ലെങ്കിൽ മാഷാ അള്ളാന്ന് ചൊല്ലിക്കോട്ടെ, അതൊക്കെ പറ്റും, ഏത് ദിക്റും പറ്റും. പക്ഷേ ഈ പറയുന്ന പ്രത്യേക ഓഫർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ സലഫിനും ഖലഫിനും എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ടെസ്റ്റ് അടിച്ചതിന് മറുപടി പറയാനില്ല, പണ്ടുമില്ല ഇപ്പോഴും ഇല്ല. മറിച്ച് അവനവൻ വല്ലതും പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നവർക്ക് മാത്രമേ ഇപ്പോൾ സമയമുള്ളൂ. അല്ലാത്ത തർക്കത്തിന് ആശയ സംവാദത്തിന്റെ ഒരു സമയം രാത്രിയുണ്ട്, ആ സമയത്ത് വരാം. ഫിഖിയായ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും സംശയം തീർക്കാനോ ചോദിച്ച് മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് ചോദിക്കാവുന്നതാണ്, അത് ആർക്കും ചോദിക്കാം. പക്ഷേ ഇവിടെ തർക്കത്തിന്റെ സമയമല്ല, അതിനുള്ള വേദി രാത്രി ആദർശ ചർച്ച സമയത്ത് വരാം. ഇപ്പോൾ ഫിഖിയായ വിഷയങ്ങളിൽ ഉള്ള ചർച്ച സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് മൈക്കെടുത്ത് ചോദിക്കണം. അല്ലാതിരുന്നാൽ പെണ്ണുങ്ങളാണെങ്കിൽ ആർക്കിടില്ല, പെണ്ണുങ്ങളാണെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്താക്കിയ PM അടിച്ചാൽ അവരെടുത്ത് ചോദിക്കും. പക്ഷെ ആണുങ്ങൾക്ക് ആ ഒരു ഓഫർ ഇല്ല, അവർ മൈക്കെടുത്ത് തന്നെ ചോദിക്കേണ്ടതാണ്. ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. പിന്നെ ഉസ്താദെ, ഒരാൾ മരണസമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലുന്നതായിട്ട് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. എങ്കിൽ അയാളെ അവിടെ ഈമാനെ സംബന്ധിച്ചുകൊണ്ട് സംശയിക്കാൻ പറ്റും? അയാൾ കലിമ ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഈമാനിൽ സംശയിക്കാനോ അല്ലെങ്കിൽ അയാൾ മോശക്കാരനാണെന്നും ചിന്തിക്കാനോ പറ്റുമോ? അങ്ങനെ പൊതുവെ ഒരു ധാരണ കണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഒരാള് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമ ചൊല്ലിയില്ല, അല്ലെങ്കിൽ ചൊല്ലുന്നതായി നമ്മൾ കേട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാണെന്ന് പറയാൻ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. എത്രയോ മഹാന്മാരായ ആളുകൾ അവരുടെ കൽബിൽ അള്ളാ എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലാതെ ആ ഹുദൂർ ഷുഹൂദിന്റെ അവസ്ഥയിൽ മരിക്കുന്നുണ്ട്. അവർ നാവുകൊണ്ട് ഒന്നും പറഞ്ഞെന്ന് വരില്ല, എന്നാലും അവര് വലിയ പദവിയും ദർജയും സ്ഥാനവും മഹത്വവും ഒക്കെ ഉള്ളവരാണ്. ഇത് ഒരു പ്രത്യേക പുണ്യപ്പെട്ട കലിമത്ത് ചൊല്ലുന്നത് കൊണ്ട് കിട്ടുന്ന വലിയൊരു നേട്ടം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചോദനം നൽകി. അത് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യപ്പെട്ട സുന്നത്തായ അമലാണ്. അത് ചെയ്താൽ വലിയ മെച്ചമുണ്ട്. അത് ചെല്ലിയില്ല എന്നതുകൊണ്ട് ഒരാൾ മോശമാണെന്നൊരിക്കലും പറയാൻ കഴിയില്ല. ആൾക്ക് ഈമാൻ കിട്ടിയിട്ടില്ല എന്നും പറയാൻ കഴിയില്ല. എന്തിനേറെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആ റഫീഖ് അൽ-അഅ്ല എന്നാണല്ലോ അവസാനം പറഞ്ഞത്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഓട്ടെ, അതുപോലെയുള്ള മഹാന്മാർ അവരുടെ കൽബിൽ അള്ളാ എന്ന ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ലാതെ ഹുദൂർ ഷുഹൂദിന്റെ അവസ്ഥയിൽ വഫാത്താവുന്നവരുണ്ട്. അവർ ദുനിയാവിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അവർ വലിയ ദർജയുള്ള ആളുകളുമാണ്. അപ്പൊ അതൊരിക്കലും വരാമത്തല്ല. ഏതുപോലെ ഖബറിങ്ങിൽ ചെടി കുത്തിയെ തെളുത്ത് കണ്ടാൽ നല്ല ആളാണ്, ഉണങ്ങിക്കണ്ട മോശമാണെന്നും വിചാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ മരിക്കുന്ന സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് നമ്മൾ കേട്ടില്ല എന്നതുകൊണ്ട് ആൾ മോശക്കാരനാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. മറിച്ച് അത് ചൊല്ലിക്കഴിഞ്ഞു, അത് കേട്ടാൽ അതൊരു നല്ല ലക്ഷണമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും. ഉസ്താദെ, നിസ്കാരത്തിനെ കുറിച്ചാണ്. ഒരു ഇമാമ് 5 റക്അത്ത് നിസ്കരിച്ചു. മാമൂമങ്ങളായ ആള് മനസ്സിലായി 5 റക്അത്താണ്. എന്നാലും ഇമാമോട് കൂടി പോയി 5 റക്അത്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാമിനോട് പറഞ്ഞു, നിങ്ങൾ 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? അല്ല, ഇമാം പറഞ്ഞില്ല, ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചു തന്നു. അപ്പോൾ ഇവിടെ എന്ത് വേണ്ടത് പറയണം? മയ്യത്തല്ല, നിസ്കാരത്തിനെ പറ്റിയാണല്ലോ. മയ്യത്തിന്റെ ബാബ് ഇങ്ങനെ പറയുന്നിടത്ത് നിസ്കാരം വന്നപ്പോ പേച്ചു വേദം. നിസ്കരിക്കുന്ന ആള് മൗമൂമിങ്ങൾക്ക് ഉറപ്പാണ് ഇമാം 5-ാമത്തെ റക്അത്താണ് നിസ്കരിക്കുന്നത് എന്ന്.
അതറിഞ്ഞുകൊണ്ട് ഇമാമിന്റെ കൂടെ അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോയ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവുന്നതും ആ മൗമൂമ് രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടതും ആകുന്നു. ഇമാമ് അയാളുടെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ അയാൾക്ക് സുജൂദ് ചെയ്ത് സെവിന്റെ സുജൂദ് ചെയ്താൽ മതി. സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ നിസ്കാരം ബാത്തിലാവും, മടക്കി നിസ്കരിക്കേണ്ടതില്ല. കാരണം അയാള് സംശയിച്ചപ്പം 4 ഉറപ്പ് വരുത്താൻ വേണ്ടി നിസ്കരിച്ചതായിരിക്കും. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ മൗമൂമിന് 5-ാമത്തേതാണെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പുണ്ടായാൽ ഇമാമിന്റെ കൂടെ പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലുക. ഇമാമ് ഓർമ്മ വന്ന് തിരിച്ചു വരികയാണെങ്കിൽ വന്നോട്ടെ, ഇല്ലെങ്കിൽ മൗമൂമിങ്ങൾ ഒരു പക്ഷേ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുകയോ അല്ലെങ്കിൽ ഇമാമിന്റെ സലാം വീട്ടത് വരെ കാത്തിരിക്കുകയോ ചെയ്യണം. ഇമാമിന്റെ കൂടെ 5-ാമത്തെ റക്അത്തിലേക്ക് പോയാൽ മൗമൂമിങ്ങളുടെ നിസ്കാരം ബാത്തിലാകും. അപ്പൊ ആ മൗമൂമ് മടക്കി രണ്ടാമത് വേറെ നിസ്കരിക്കേണ്ടതാണ്. ഓക്കെ. ഉസ്താദെ, ഇമാമിൻ്റെ 5-ാമത്തെ റക്അത്തിലാണ്, ഇമാം 5-ാമത്തെ റക്അത്തിലാണ് ഉള്ളത്. ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇമാമോട് കൂടിയിട്ടാകുമ്പോൾ ഈ വന്നാൽ ഒരു റക്അത്ത് വിട്ടിട്ടാണ് വന്ന്. പക്ഷേ ഇയാൾക്ക് അറിയില്ല ഇമാം 5 റക്അത്താണെന്ന്. അപ്പോൾ ഇമാമിന് 5 റക്അത്താകുമ്പോൾ പിന്നെ വന്ന ഒരാൾക്ക് 4 റക്അത്താനാവും. അപ്പോൾ ഈ 4 റക്അത്ത് മതിയാവും. ഇമാമിന്റെ ഒരു റക്അത്ത് കഴിഞ്ഞതിന്റെ ശേഷം വന്ന് തുടർന്ന ആള് അയാൾക്ക് 3 റക്അത്താവുമ്പോൾ ഇമാമിന്റെ 4 ആയിട്ടുണ്ടാവുന്ന അയാൾക്കും ഉറപ്പാണല്ലോ. ഇമാം 5-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ ഈ മൗമൂമിന് അറിയാം ഇമാമിന്റെ കൂടെ അയാൾക്ക് 3 കിട്ടിയിട്ടുള്ളെങ്കിലും ഇയാൾ വരുന്നതിന് മുമ്പ് ഒരു റക്അത്ത് ഇമാം നേരത്തെ നിസ്കരിച്ചിട്ടുണ്ട് എന്നറിയാം. ഇപ്പോൾ 5-ാമത്തേതിലേക്കാണ് ഇമാം പോയത് എന്ന് അയാൾക്ക് ബോധ്യമായി. എങ്കിൽ ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമാണ്. ഇമാമിന്റെ കൂടെ പോയാൽ അയാളുടെ നിസ്കാരവും ബാത്തിലാകും. അപ്പൊ അയാൾക്ക് 4 ആവുന്നുള്ളൂ നോക്കിയിട്ട് തരില്ല. മറിച്ച് ഇമാം 5-ാമത്തെ റക്അത്താണ്, കാരണം ഞാൻ വന്ന് തുടർന്നത് 2-ാമത്തെ റക്അത്തിലാണ്, ഇമാമിന്റെ കൂടെ എനിക്ക് 3 റക്അത്ത് കിട്ടി, അപ്പൊ ഇമാമിന് 4 റക്അത്ത് കഴിഞ്ഞു, ഇനിയും ഇമാം എഴുന്നേൽക്കുന്ന 5-ാമത്തേലാണ് എന്നുറപ്പ്. ഉടനെ ആ ഇമാമിനെ വിട്ടുപിരിഞ്ഞ് ഒരു റക്അത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഉസ്താദെ, ഇന്നിപ്പോ സാധാരണഗതിയിൽ നാട്ടിലൊക്കെ ഈ വഹാബികള് ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയാണ്. അതിന് പാർസലാക്കി അയക്കുകയാണോ തൽഖീൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്വകാര്യം പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നത് കാണാം. സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ഇത് കേട്ട അനുഭവം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ തെളിവുകളും കൂടി ചെറുതായിട്ടൊന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ അത് ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. തെൽഖീന്റെ തെളിവ് തന്നെയല്ലേ ഉസ്താദ് ഇപ്പൊ പറഞ്ഞത്. വഹാബിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാല് അയറ്റന്റെ തലയിൽ തവളാച്ച, തലന്റെ ഉള്ളില് തലച്ചോറ്. പണ്ട് സാധാരണ നമ്മളെ കോട്ടൂർ സക്കാഫി ഉസ്താദ് പറയാറുണ്ട്, തലച്ചോറ് ഇല്ലെങ്കിലും ഒരു കവറൊട്ടിക്കാൻ വേണ്ട 1-2 ബറ്റനെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു പറഞ്ഞാൽ അതും ഇല്ലാത്തതായി വഹാബി അറിയണേ. തലച്ചോറ് എന്ന് പറയുന്ന ചോറില്ലെങ്കിൽ 1-2 ബറ്റെങ്കിലും ബാക്കിയില്ല, അല്ല, വെറും ചേരിച്ചോറാ അതിൻ്റെ ഉള്ളില്. അറ്റങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആനാണ് മഹാന്മാരായ ഇമാമിങ്ങൾ തൽഖീൻ ചൊല്ലുന്നതിന് തെളിവായി പറഞ്ഞത്. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഉത്ബോധനം നടത്തണം, ഈമാനുള്ളവർക്ക് ഉത്ബോധനം ഫലം ചെയ്യും എന്ന് അള്ളാഹുവിന്റെ ഖുർആനായത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഏറെ ഉത്ബോധനത്തിന് ആവശ്യമുള്ള സമയമാണ് ഈ സന്ദർഭം. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാരായ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളൊക്കെ പക്ഷേ ബലഹീനമാണ് എന്ന് പറഞ്ഞാൽ പോലും ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നാണ് വഹാബികളുടെ തന്നെ വലിയ പതാകവാഹകൻ എന്ന് അവർ പറയുന്ന ഇബ്നു തീമിയ എന്ന് പറയുന്ന അവരുടെ മതത്തിന്റെ സ്ഥാപകന്റെ പ്രധാന ശിഷ്യനും ആയ ഇബ്നുൽ ഖയ്യിം തന്റെ അർറൂഹിൽ പറഞ്ഞത്, ഷർഖൻ വഗർബൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും മുഖ്തദാബിഹിം ആയ അഥവാ സ്വഹാബത്തിന്റെ കാലം തൊട്ട് നിരാക്ഷേപം, സ്വഹാബത്തിന്റെ കാലം തൊട്ട്
നിരാക്ഷേപം മുസ്ലിം ഉമ്മത്ത് മരണപ്പെട്ട് കബറടക്കി കഴിഞ്ഞാൽ ആ കബറിങ്ങിൽ വെച്ച് തൊൽക്കീൻ ചൊല്ലപ്പെടുന്നു എന്നത് അയാൾ പറഞ്ഞത് കബറാളി കേൾക്കും എന്നതിന് തെളിവാണ്. എന്നാൽ പോലും ഇജ്മായ കൊണ്ട് സ്വഹാബത്തിന്റെ കാലം തൊട്ട് മുസ്ലിം ലോകം നിരാക്ഷേപം ചെയ്തു വരുന്ന ഇജ്മായ ഫേലിയായ ഇജ്മായുള്ള സംഗതിയാണ് ഈ തെൽക്കീൻ എന്ന. അപ്പൊ അവരുടെ സ്വന്തം നേതാവ് തന്നെ ഇജ്മാ ഉണ്ട് എന്ന് പറയുമ്പം കുറച്ചെന്നെങ്കിലും അതിന് പറയാൻ ഞങ്ങൾ അതിൻ്റെ ആളല്ല. ഓൾക്ക് ഇഷ്ടമില്ലാത്ത കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞാലും അയാൾ ആളല്ല ഞങ്ങൾ പറയും. ഇബ്നുൽ ഖയ്യിം ഓല ആളല്ലെങ്കിൽ പിന്നെ വഹാബിക്ക് പിന്നെ നേതാവ് ആരാള്? പ്രധാന പതാകവാഹകന്മാരിൽ എണ്ണ ആളാണല്ലോ. അയാൾ പറഞ്ഞ ഇജ്മാ ഉണ്ട് എന്നാ. നമ്മൾ ഫുഖഹ അതിന് പറയുന്ന ഇജ്മാ ഒന്നുമല്ല. ഫുഖഹ അതിന് പറയുന്നത് ഖുർആൻ ആയത്താണ്. അപ്പൊ ഒരു പിന്നെ വഹാബിക്ക് ചോദിക്കാനുള്ളത് കബറാളിക്ക് കബറാളിക്കുള്ളടോ അതിന്റെ ചുറ്റും ആള് നിൽക്കണം എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ. ഒരു സംഘം ആളുകൾ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലല്ലേ ദൽഹിയല്ലാണ്. അവര് ജീവിച്ചിരിക്കുന്നവരല്ലേ, അവർക്ക് ഫലം കിട്ടൂലേ? അപ്പൊ ഒരു സ്വാലിഹായ അമലാണ്. ഒരു കബറിങ്ങൾ വെച്ചൊരു സ്വാലിഹായ അമൽ ചെയ്യുമ്പോൾ അതിന്റെ ഫലം ആർക്ക് കിട്ടും? ഈ കബറാളിക്ക് കിട്ടും. അപ്പൊ ഖുർആനും ഉണ്ട്, ഇജ്മാഉം ഉണ്ട്. അതിന്റെ പുറമെ അത് അഖലിയായ ന്യായം കൊണ്ടും തന്നെ ഉത്ബോധനം നടത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു എന്നും ഈ ഉത്ബോധനം ഏറ്റവും ഫലപ്രദമാവുന്ന സമയം ഇത്തരം പരലോക ചിന്ത ഉടലെടുക്കാൻ പറ്റുന്ന സമയത്താണ്. അവിടെ ഉത്ബോധനം നടത്തി കഴിഞ്ഞാൽ ആ ഉത്ബോധനം ഈ ജനങ്ങൾക്ക് ഫലം കിട്ടുന്ന സ്വാലിഹായ അമലാണ്. അപ്പൊ ഒരു കബറിങ്ങൾ വെച്ചിട്ടൊരു സ്വാലിഹായ അമൽ ചെയ്യുമ്പോൾ അതിന്റെ ഫലം ആ കബറിലടങ്ങി കിടക്കുന്ന ആൾക്കും കിട്ടും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയത്തിൽപ്പെട്ടൊരു ചോദ്യമല്ല, ആൾക്കാർ കുറവാണല്ലോ. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എടുത്തുണ്ടാക്കിയ കാബ ഷരീഫ് ഞാൻ പിന്നെ നമ്മുടെ ഒരു പ്രശസ്ത സൂഫി വലിയൊരു പണ്ഡിതനും പ്രസംഗിക്കുന്ന കേട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാബ ഷരീഫ് എടുത്തുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ പോകുമ്പോൾ അല്ലാഹു തആല അതിനെ ഒന്ന് മൊത്തമായി വീശി എറിയാൻ വേണ്ടി പറയുകയും അങ്ങനെ ആ എറിഞ്ഞ അവശിഷ്ടങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും വീണ കല്ലുകൾ. അവിടെയൊക്കെ ഒരു പള്ളി ഉണ്ടാവൽ നിർബന്ധമാണ്. ലോകത്തിലുള്ള സർവ്വ പള്ളികളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ ചെരക്കല്ലുകളാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉസ്താദ് എവിടെയെങ്കിലും ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അങ്ങനെ ഞാനും കേട്ടാണ്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒക്കെ ഈ താരീഖ് പറയുന്ന ഞാൻ ചെറുപ്പുസ്താദിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. കഅബ നിർമ്മാണത്തിന്റെ ചരിത്രം പറയുന്ന കിതാബുകളിലുണ്ട്. അത് ചെറുപ്പുസ്താദിനോടൊന്ന് അന്വേഷിച്ചാൽ മൂപ്പര് തരും. ഞാനും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹലോ, ഇനി ആരും ചോദിക്കാൻ ആരുമില്ലേ? സംശയമുള്ളതൊക്കെ കഴിഞ്ഞോ? ആ, അൽഹംദുലില്ലാ. പിന്നെ ഈ ചോദ്യകർത്താക്കളാരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അത് പിന്നെന്തൊക്കെ എല്ലാവരും മൈക്കിലേക്ക് വന്നോളി. ഇങ്ങനെ ഉറങ്ങി കുത്തിരിക്കല്ലേ, വേഗം മൈക്കിലേക്ക് വരും. വെറുതെ നിൽക്കുക, ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ ഇപ്പം നിർത്തും ചെയ്യും. ഒരു 5 മിനിറ്റ് കൂടിയൊക്കെ തുടരാം. അതിന് അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം, അല്ലെങ്കിലോ സമയം ഇപ്പം വളരെ നേരത്തെ മഗ്‌രിബ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഉസ്താദേ, ഈ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ആള് കിബിലാക്ക് പിന്നിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിന് വല്ല തെളിവുണ്ടോ എന്നുള്ളത് അറിയാനാണ്. അസ്സലാമു അലൈക്കും.
ആ ഈ ഏതൊരു മയ്യത്തിന് വേണ്ടിയാണോ തൽഖീൻ ചൊല്ലക്കൊടുക്കുന്നതെങ്കിൽ അയാളുടെ മുഖത്തിന് അഭിമുഖമായിരിക്കണം എന്നാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഖിബ്ലക്ക് എതിർദിശയിൽ ഇരിക്കുന്നത്. കാരണം ഈ മയ്യത്ത് വെക്കുക ഖിബ്ലക്ക് അഭിമുഖമായിട്ടാണല്ലോ. അപ്പൊ അതിന്റെ എതിർദിശയിൽ ഇരുന്നെങ്കിലേ ഈ മയ്യത്തിന്റെ മുഖത്തിന് അഭിമുഖമാവുള്ളൂ. അങ്ങനെ മയ്യത്തിന്റെ മുഖത്തിന് അഭിമുഖമായി ഇരുന്നു കൊണ്ടാണ് തൽഖീൻ ചൊല്ലേണ്ടത് എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. ഓക്കെ, പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? എൻ്റെ ചോദ്യം പിന്നെ അന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടല്ല. ഒരു ആൾക്ക് അയാളെ ഒരു അറബി ഹജ്ജിന് കൊണ്ടാനുള്ള ചെലവ് എല്ലാം കൊടുക്കുന്നത്, അങ്ങനെ അയാൾ ഹജ്ജിന് പോയാൽ ഹജ്ജ് ഫർള് ഹജ്ജായിട്ട് വിടുമോ എന്നാണ് സംശയം. ഞാൻ വയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവനവന്റെ ഫർളായ ഹജ്ജ് നേരത്തെ ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ മറ്റൊരു മനുഷ്യൻ ധനസഹായം ചെയ്തുകൊണ്ട് ആ കാശ് കൊണ്ട് പോയിട്ട് ചെയ്താലും ഹജ്ജിന്റെ ഫർള് വീടും. പിന്നീട് സാമ്പത്തികമായി സ്വന്തം തന്നെ കഴിവ് വന്നെങ്കിൽ പോലും രണ്ടാമത് ഫർളായ ഹജ്ജ് ചെയ്യേണ്ടതില്ല. മറ്റൊരാളുടെ ധനസഹായത്തോടു കൂടി നിർവഹിച്ച ഹജ്ജ് കൊണ്ട് ഫർള് വീടുകയും ഫർളായ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും ഉസ്താദേ, എനിക്ക് നിസ്കാരത്തെ പറ്റി അറിയാനാണ്. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലാണ്. ചൈനയിൽ നിന്ന് ഇപ്പോൾ അബുദാബിയിലേക്ക് ഷിപ്പും കൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ഇവിടെ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഒരു 10-28 ദിവസം എടുക്കും. അതിനിടയ്ക്ക് നിസ്കാരം ജമ്മും കസും ആക്കാൻ വേണ്ടിയില്ല എന്നൊന്നും പറഞ്ഞു തരണം. അതുപോലെ തന്നെ അത് നിന്നുകൊണ്ട് നിസ്കരിക്കാനും പറ്റൂല. കാരണം കടലിളക്കുമ്പോൾ ഇങ്ങനെ ആടുന്നതുകൊണ്ട് അതും ഇരുന്നിട്ട് നിസ്കരിക്കാൻ പറ്റുമോ അതൊന്നും പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. തുടർച്ചയായിട്ടുള്ള യാത്ര എത്ര ദിവസം ഉണ്ടെങ്കിലും ആ ദിവസങ്ങളിലൊക്കെ ജമ്മും കസറുമാക്കി നിസ്കരിക്കാം. അഥവാ ലുഹറിന്റെ വഖത്തിൽ തന്നെ ലുഹറും അസറും കൂടി നിസ്കരിക്കുക. അത് തന്നെ വേണമെങ്കിൽ കസറാക്കി 2 റക്അത്ത് ലുഹറും അതുപോലെ തന്നെ കസറാക്കി 2 റക്അത്ത് അസറും നിസ്കരിക്കുക. അതുപോലെ മഗ്രിബിന്റെയും ഇശാന്റെയും സമയത്ത് ഒരു പക്ഷേ മഗ്രിബിലേക്ക് മുന്തിച്ച് ഇശാവും മഗ്രിബും കൂടി ജമ്മാക്കി നിസ്കരിക്കുക. ഇശാനെ കസറാക്കി 2 റക്അത്ത് നിസ്കരിക്കുക. അതല്ലെങ്കിൽ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ചിട്ട് ഇശാന്റെ സമയത്ത് മഗ്രിബ് 3 റക്അത്തും ഇശാ കസറാക്കിയിട്ട് 2 റക്അത്തും അങ്ങനെ നിസ്കരിക്കാം. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് അതിന്റെ സമയത്ത് ചെയ്യാം. അത് എത്ര ദിവസം ഉണ്ടെങ്കിലും ചെയ്യാം. യാത്രയിലാവുമ്പോൾ ആ യാത്ര അവസാനിക്കുന്നത് വരെ ഈ ജമ്മും കസറും ആക്കി നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന വാഹനം ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉദാഹരണം കപ്പൽ പോലത്തെ വാഹനമാണ്, ഇളകിക്കൊണ്ടിരിക്കുകയാണ്, നിന്നാ തല ചുറ്റും എന്ന് കണ്ടാൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. നിന്ന് നിസ്കരിക്കാൻ സൗകര്യമുള്ള സമയത്താണെങ്കിൽ നിന്ന് നിസ്കരിക്കേണ്ടതാണ്. അതേ സമയത്ത് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്ന് നിസ്കരിച്ചാൽ തല ചുറ്റും വീണുപോകും എന്ന് പേടിയുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഉസ്താദെ, ഒരു കടയാണ്, ഒരു സക്കാത്തിൻ്റെ വിഷയമാണ്. ഒരു കടയിൽ കുറേ സാധനങ്ങൾ ഇട്ട് കൊടുത്തു ഒരാൾ. അയാൾ മറ്റേതാൾക്ക് കൊടുക്കലാണ്. അയാളോട് പറഞ്ഞു, നിങ്ങൾ മാസത്തിൽ ഇത്ര 1000 രൂപ തരണം. സാധനം കടല അയാളത്. ഇയാളോട് പറയുന്നു, മാസത്തിൽ ഇത്ര 1000 രൂപ തരണം, അതിൻ്റെ അധികം വന്നാൽ എല്ലാം നിങ്ങൾക്കാണെന്ന് പറയും. അങ്ങനെ കൊല്ലത്തോളം ഇങ്ങനെ ചെയ്തു. അവസാനം ഈ സക്കാത്ത് ഇപ്പോൾ ആര് കൊടുക്കേണ്ടത്? ഇയാൾ കൊടുക്കേണ്ടതാ അത് അയാൾ ദിവസം കൊടുക്കേണ്ടതാണ്? ആരാണോ കച്ചവടത്തിന്റെ ഉടമക്കാരൻ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ആരാണോ തൊഴിലാളി അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് ആരാന്ന് ഇപ്പം എനിക്കറിയില്ല. ഈ സാധനത്തിന്റെ ഉടമക്കാരൻ ആരാണോ ആ ഉടമക്കാരൻ ഈ സാധനം മുടക്കി കച്ചവടം ചെയ്യുന്ന ആളായിരിക്കുമല്ലോ, അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മറ്റേയാൾ അതിൽ തൊഴിലെടുക്കുന്നു, തൊഴിലിന്റെ ലാഭം എന്ന നിലക്ക്, അല്ലെ തൊഴിലിന്റെ കൂലി എന്ന നിലക്ക് കച്ചവടത്തിന്റെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം അയാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിലെ തൊഴിലാളിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്.
തൊഴിലാളി സക്കാത്ത് കൊടുക്കണ്ട, മുതലാളി സക്കാത്ത് കൊടുക്കണം. സമയം ലാസ്റ്റായിന്, അധിക സമയം നീട്ടൂല, കാരണം ബാങ്ക് കൊടുക്കണ സമയം വളരെ മുന്നോട്ട് വന്നിട്ടുണ്ടാവുകൊണ്ട്. ഉസ്താദെ, ഒരാൾ ഉംറയ്ക്ക് വേണ്ടി പൈസ റെഡിയാക്കി വെച്ചു, അല്ലെങ്കിൽ ഹജ്ജിന് മറ്റൊരു സാധുക്കളായ ആൾ വന്നിട്ട് സ്വതക്ക ചോദിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഏതാവശ്യത്തിന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ നല്ലത് ഏത്? പിന്നെ അതിൻ്റെ പൈസ കൊടുത്താൽ ഇതിന് തികയൂല. അതുകൊണ്ട് ഏത് നല്ലതാണെന്ന് ഉസ്താദെ പറയും? ഹജ്ജ് ഫർളുള്ള ഒരാള് ആ ഹജ്ജ് ചെയ്യാൻ വേണ്ട കാശ് മാത്രമേ അയാളുടെ കയ്യിൽ ഉള്ളൂ എങ്കിൽ അയാൾ ഹജ്ജ് ചെയ്യൽ ഫർളാണ്, അതിനാണ് ആ കാശ് ചെലവഴിക്കേണ്ടത്. ഫർളായ ഹജ്ജ് നിർവഹിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലേ സുന്നത്തായ സദഖക്ക് വിനിയോഗിക്കാൻ പാടുള്ളൂ. അവിടെ ഒരു ചോദ്യം വന്നത്, നേരത്തെ മൈക്ക് ക്ലിയർ അല്ലായിരുന്നു, ഉദൂഹ്യത്തിനെ കുറിച്ചുള്ള. ഉദൂഹ്യത്തിന്റെ കൂടെ അക്കീക്ക അറുക്കാൻ ഒരാളെ ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കുന്ന ആളാണോ നിയ്യത്ത് ചെയ്യേണ്ടത്, അതോ ഏൽപ്പിക്കപ്പെട്ട ആളാണോ? കൂടെ വക്കാലത്ത് ഫോണിൽ വിളിച്ച് ഏൽപ്പിക്കാമോ? അങ്ങനെ രണ്ട് ചോദ്യമാണ് ചോദിച്ചത് മൈക്കോട്ട്. നിയ്യത്ത് രണ്ടാൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ അർക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയോട് തന്നെ നിയ്യത്ത് ചെയ്യാനും ഏൽപ്പിക്കാം. അയാൾക്ക് അറക്കൽ മാത്രം ഏൽപ്പിച്ചിട്ട് ഇയാൾ നിയ്യത്ത് ഉടമക്കാരന് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഈ വക്കീലായ വ്യക്തിയെ തന്നെ അറക്കാനും നിയ്യത്ത് ചെയ്യാനും രണ്ടിനും ഏൽപ്പിക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഹഖീഖത്താണെങ്കിൽ ഹഖീഖത്ത് എന്നും ഉളുഹിയ്യത്താണെങ്കിൽ ഉളുഹിയ്യത്ത് എന്നും വേർതിരിച്ച് ഈ ഏൽപ്പിക്കുന്ന ആളെ ഏൽപ്പിക്കുകയും നിയ്യത്ത് ചെയ്യണമെങ്കിൽ ആ നിയ്യത്ത് ചെയ്യേണ്ട കാര്യവും കൂടി അയാളെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. രണ്ടും ചെയ്യാം. ഉടമക്കാരന് വേണമെങ്കിൽ അയാൾക്ക് തന്നെ നിയ്യത്ത് ചെയ്യാം, മറ്റേ ആൾ അറക്കാൻ മാത്രം ഏൽപ്പിക്കാം. അതേ സമയത്ത് വേണമെങ്കിൽ അറക്കാനും നിയ്യത്ത് ചെയ്യാനും കൂടി വക്കീലിനെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഇനി ബാക്കി ഉസ്താദ് ഇങ്ങനെ കയ്യൊന്തിച്ചിട്ടുണ്ട്. ബാക്കി ഉസ്താദിന് പിന്നെ ചോദ്യമൊന്നും ചോദിക്കാനുണ്ടാവില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനും. നിർത്തുകയാണ്. എന്താ ബാക്കി ഉസ്താദിന് എന്താ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളി, എന്നിട്ട് വേറെ പുതിയ ഒരാൾ കൈ വെക്കി. ഇനി സമയം കുറവാ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഞാൻ മുൻ ദിവസങ്ങളിലുള്ള ക്ലാസ്സിലെ ഒരു ചോദ്യം അന്ന് ചോദിക്കാൻ അവസരം കിട്ടിയില്ല, സമയം വൈകിപ്പോയതുകൊണ്ട്. ഈ ഖബറങ്ങൾ പോയി നിസ്കരിക്കല് ഒരാൾക്ക് സുന്നത്താണെന്ന് പറഞ്ഞത് മരണസമയത്ത് ശുദ്ധിയും ബുദ്ധിയും ഒക്കെ ഉള്ള പ്രായപൂർത്തിയൊക്കെ ഉള്ള ആയാലാണല്ലോ ചെയ്യാനുള്ളത്. അപ്പൊ ഹൈലുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നേരത്തെ പറ്റില്ല തന്നെ. അതുപോലെ തന്നെയാണോ ഈ ജനാപത്തുകാരുടെ സ്ഥിതി, അല്ലെങ്കിൽ ഹൈലുകാരിക്ക് അത് പ്രത്യേകമാണോ? അതായത് ഒരാൾ മരിച്ചയാൾ മറമാടുന്നതിന്റെ ഇടയിൽ ഒരാൾ ജനാപത്തുകാരനായി ജനാപത്തിൽ നിന്നും ശുദ്ധിയായില്ല, എന്നാല് അയാൾക്ക് ആ നിസ്കാരം പിന്നീട് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. പ്രതീക്ഷിക്കുന്നു മറുപടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അത് പറ്റും. അത് ഹൈലിന്റെ നിഫാസിന്റെ ഹുക്കുമ് അല്ല ജനാപത്തുകാരന്. അത് വുളൂഇല്ലാത്തവന്റെ ഹുക്കും തന്നെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഹൈല് നിർത്താൻ നമ്മളോട് കഴിയൂലല്ലോ. അതുപോലെ തന്നെ നിഫാസ് നിർത്താനും നമ്മളോട് കഴിയൂല. അള്ളാഹു തആല സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം നിർത്തിയിട്ട് നിൽക്കണം.
അതേസമയത്ത് ജനാബത്ത് അങ്ങനെയല്ല, ഏത് സമയത്തും കുളിച്ചാൽ ശുദ്ധിയാവുമല്ലോ. എന്തോ അസൗകര്യം ഉണ്ടായതുകൊണ്ട് തൽക്കാലം കുളിക്കാതിരുന്നതോ അല്ലെങ്കിൽ രോഗമുള്ളത് കൊണ്ട് തൽക്കാലം കുളിക്കാൻ പറ്റാത്തതോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ വുളു ഇല്ലാത്ത ആളെ പോലെ അതിന് കണക്കൂട്ടേണ്ടതുള്ളൂ. വുളു ഇല്ലാത്ത ആളായിരുന്നു, അയാൾക്ക് ഖബറിങ്ങ് പോയി നിസ്കരിക്കാം, കുഴപ്പമില്ല. എന്നതുപോലെ തന്നെ ജനാബത്തുള്ള ആൾക്ക് പിന്നീട് ഖബറിങ്ങ് പോയി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അത് ഹൈദ് നിഫാസ് പോലെ അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കുറെ നേരമായി മൈക്ക് എടുക്കാൻ ശ്രമിക്കുന്നു, മൈക്ക് കിട്ടുന്നില്ല. ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഉസ്താദെ. ഒരാൾ മരണപ്പെട്ടത് സമുദ്രത്തിൽ വെച്ചാണ്. അങ്ങനെ അയാള് കരയിലടയാതെ ഇങ്ങനെ സമുദ്രത്തിൽ തന്നെ ഒലിച്ചു നടക്കുകയാണെങ്കിൽ അയാൾക്കുള്ള ഖബറും ഖബറിലെ അദാബും ഒക്കെ ഏത് രൂപത്തിലായിരിക്കും? മുങ്കർ നക്കീർ അലി ഇസ്ലാമിന്റെ ചോദ്യം ഒക്കെ ആ വെള്ളത്തിലേക്ക് വന്നിട്ടാണ് അവിടെ ഖബറായി രൂപാന്തരപ്പെടുമോ എന്നൊക്കെയാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് സമയം ഓവറായിട്ടുണ്ടെന്ന് അറിയാം, എന്നാലും മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഖബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണശേഷമുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മൾ കുഴി കുഴിച്ച് ഖബറിൽ മറമാടിയാലും അതല്ലാതെ വല്ല മ്യൂസിയങ്ങളിലും ഗ്ലാസിന്റെ മറ്റേ തല്ലാജിൽ വെച്ചാലും അല്ലാതെ നേരത്തെ പറഞ്ഞേക്ക് വെള്ളത്തിലൊഴുകിയാലും മൃഗങ്ങളോ പക്ഷികളോ ഭക്ഷിച്ചു പോയാലും തീയിലോ മറ്റോ പെട്ട് കരിഞ്ഞു പോയാലും ഒക്കെ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഖബറിലെ ചോദ്യവും ഖബറിലെ ശിക്ഷാരക്ഷകളും ഒക്കെ അവർ നിലവിലുള്ള ഏതവസ്ഥയാണോ ആ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഭവ ഭേദ്യമാക്കും എന്ന് മഹാന്മാരായ ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖബർ എന്ന് പറയുന്ന ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ മനുഷ്യനെ ഖബറടക്കലാണല്ലോ, അതുകൊണ്ട് ഖബർ എന്ന് പറഞ്ഞു എന്നല്ലാതെ മരണ അനന്തരമുള്ള ബർസഖിയായ അവസ്ഥ, അത് മരണം മുതൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാലത്തിൽ ഒന്നാമത്തെ ഊതുന്നത് വരെയുള്ള സമയമാണ്. ആ സമയത്ത് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും പറഞ്ഞ ഖബറിൽ പറയുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഖബർ ഇടുക്കമാകല്, അതുപോലെ തന്നെ ഖബർ വിശാലമാകല്, സ്വർഗത്തിലേക്ക് കവാടം തുറക്കപ്പെടല് അല്ലെങ്കിൽ നരകത്തിൽ നിന്നിട്ടുള്ള കവാടം തുറക്കപ്പെടല്, അതുപോലെ ഖബറിൽ വെച്ച് അനുഭവപ്പെടുന്ന ശിക്ഷ, ഇതൊക്കെ മരണത്തിന്റെ ശേഷം ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ ഒന്നാമത്തെ ഊത്തിന്റെ ഇടയിലുള്ള ബർസഖിയായ ലോകത്തിന്റെ അവസ്ഥയാണ്. പിന്നെ അത് ഖബർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഖബറക്കലാണ് എന്നതുകൊണ്ട് ഗാലിബിന്റെ മേൽ ഹംല ചെയ്തതാണ്. നിയമം എല്ലാവർക്കും ബാധകമാവുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ ഉസ്താദേ? ഞാൻ റേഡിയോ ശ്രോതാവാണ്, സ്ഥിരമായി റേഡിയോയിൽ കേൾക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതിന് ചെറിയൊരു എൻ്റെ മൊബൈലിൽ തകരാറ് ഉണ്ടായിക്കാണ്ട് എൻ്റെ നെറ്റിൻ്റെ പാസ്വേഡ് മാറി പോയി. കമ്പനിയിൽ നിന്ന് നെറ്റ് അനുവദിച്ചതായിരുന്നു, പക്ഷെ അദ്ദേഹം നാട്ടിൽ പോയതുകൊണ്ട് അതിൻ്റെ പാസ്വേഡും അറിയില്ല. അപ്പോൾ അതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. കാരണം രാവിലെ തൊട്ട് നമ്മളെ ഖുർആൻ ഉസ്താദിൻ്റെ ക്ലാസ്സും നമ്മളെ ഈ ദർസൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ അതൊക്കൊന്ന് ശരിയാൻ വേണ്ടി ദ്വാരയിൽ ഉൾപ്പെടുത്താന്ന് പറയാനാണ്. മൈക്കർ റിലീസ്. അസ്സലാമു അലൈക്കും. ഉസ്താദെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഉസ്താദെ? അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, നമ്മൾ മരിച്ചാൽ മരിച്ച സ്ഥലത്താണല്ലോ നിസ്കരിക്കേണ്ടത്? ഫർദ് കിഫായ കാര്യമാണല്ലോ. നമ്മളൊക്കെ നമ്മളെ മഹല്ല് വിട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ പരിധിയിൽ പെട്ടവർക്ക് അത് ഫർദ് കിഫായിട്ട് വരും അല്ലേ? നമ്മൾ ആരും ഹോസ്പിറ്റലിൽ നിന്ന് നമസ്കരിപ്പിക്കാറോ അവിടുന്ന് കുളിപ്പിക്കാറൊന്നുമില്ല, അവിടുന്ന് കഫൻ ചെയ്യാറുമില്ല. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് വസ്ത്രങ്ങൾ പോലും നമ്മൾ മാറ്റിക്കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിധി എങ്ങനെയാണ് എന്നൊന്ന് വിവരിച്ചു തരികയാണെങ്കിൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊക്കെ
കഴിഞ്ഞ ദർശങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് അതൊക്കെ പറഞ്ഞത്. നക്കൽ ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞോടത്ത് നക്കൽ ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് ശേഷമല്ലാതെ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോയാൽ ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ കുറ്റക്കാരാകും. അപ്പൊ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടാൽ ആ ആശുപത്രിയുടെ പരിസരത്തുള്ള ആളുകളുടെ മേൽ കടമയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള ആശുപത്രിയുടെ പരിസരത്ത് മയ്യത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും കഫൻ ചെയ്യാനുമുള്ള സൗകര്യം ചെയ്യേണ്ടത് ആ ഭാഗത്തുള്ള മുസ്ലിമീങ്ങളുടെ ഫർദ് കിഫായിയായ ബാധ്യതയാണ്. അത് ചെയ്യാതെ പോയാൽ ആ നാട്ടുകാർ ഉത്തരവാദികളാവും, അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവും. അള്ളാഹു തആല സലാമത്താക്കുമാറാകട്ടെ. സമയം അങ്ങെത്തിപ്പോ വാങ്ങ് കൊടുക്കാനായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.